ശ്രീവിദ്യേ പരിപൂർണമേരുശിഖരേ ബിന്ദുത്രികോണസ്ഥിതേ വാങ്മേ ശേഷരമേശരുദ്രചരണേ മഞ്ജേ ശിവാകാരകേ കാമാക്ഷീം കരുണാരസാർണവമയീം കാമേശ്വരാംഗസ്ഥിതാം കാന്താം ചിന്മയകാമകോടിനിലയാം ശ്രീസിദ്ധവിദ്യാം ഭജേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ഭാഗ്യം ചെയ്ത പുണ്യാത്മാക്കളെ, ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ സാന്ദ്രസുന്ദരമായ ശ്ലോകങ്ങൾ, അതിൻ്റെ അന്തരാർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ട ഒരു പ്രകരണമാണ് സനകാദൃഷീശ്വരന്മാരുടെ ശാപം. ജയവിജയന്മാരുടെ ഭൂമിയിലേക്കുള്ള ആസുരീയ ഭാവം പൂണ്ടുകൊണ്ടുള്ള ജന്മം. ആ ജയവിജയന്മാരിൽ ഒരാളായ ഹിരണ്യാക്ഷൻ്റെ പ്രാണത്യാഗം. ഈ 3 വിഷയങ്ങൾ അടങ്ങുന്നതാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളതായ ഭാഗവതത്തിലെ പ്രകരണം. സാധാരണഗതിയിൽ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹ വേദിയിൽ ഈ കഥ പറയുമ്പോൾ ഓരോ ശ്ലോകങ്ങളിലൂടെ, പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അതിലെ ചില പ്രത്യേക പദങ്ങളെ എടുത്ത് വ്യാഖ്യാനിച്ച് വിശദീകരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പലപ്പോഴും ഒരു പ്രഭാഷണം മാത്രമായി പോകുമ്പോൾ നമുക്ക് ആ വിഷയത്തെ ഒന്ന് ക്രോഡീകരിച്ച് അതിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളെ മാത്രം ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരാറുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഭാഗവത സപ്താഹവേദിയിൽ ഇരിക്കുമ്പോൾ ജന്മാദ്യസ്യ യതഃ എന്ന ആദ്യ ശ്ലോകം മുതലേ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തോണി തുഴയുന്ന ഒരു തുഴക്കാരനെ പോലെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തോണിയിൽ പല ആളുകളും കയറും, ഇടയിൽ വെച്ച് പല ആളുകളും ഇറങ്ങിപ്പോവും. ഇതൊന്നും തോണിക്കാരന് വിഷയമല്ല. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗവത നൗക തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് കാഴ്ചകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. കാരണം തൊട്ട് മുമ്പ് കണ്ട കാഴ്ചകളൊക്കെ ഏതാണ് എന്ന് തോണിക്കാരനും കണ്ടിട്ടുണ്ട്, ഇരിക്കുന്നവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അതിൻ്റെ മനോഹാരിതയെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഒരു കരയിൽ നിന്ന് പിന്നീട് തോണി തുഴഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല തോണിയിൽ. ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്ന് കയറി. അപ്പോൾ അതുകൊണ്ട് ഓരോ ശ്ലോകങ്ങളിലൂടെയും കടന്നുപോയി അത് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പകരം നമുക്ക് ആ കഥയുടെ ആശയം, അതിൽ അന്തർലീനമായിരിക്കുന്ന ഭാഗവത ദർശനം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതിനു മുമ്പ് എനിക്ക് സ്വന്തമായി കിട്ടിയ ഈ തോണിയെക്കുറിച്ച് 1-2 വാക്കുകൾ എനിക്ക് പറയാനുണ്ട്. സാധാരണഗതിയിൽ ഈ കാരണവന്മാർ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങൾ കൊടുക്കും. അത്തരത്തിൽ എൻ്റെ കാരണവന്മാർ
അവർക്ക് സാമ്പത്തികമായി വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കുണ്ടാക്കി തന്ന ഒരു കളിപ്പാട്ടമാണ് ഈ തോണി. എനിക്കാദ്യം കളിപ്പാട്ടം തന്നെയായിരുന്നു അത്, വെറുമൊരു കളിപ്പാട്ടം. ആ കളിപ്പാട്ടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എനിക്കറിയുമായിരുന്നില്ല. എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ തോണി തുഴഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള അനവധി കടവുകളിൽ ആ തോണിക്ക് പല പല പേരുകളുമുണ്ടായി. പല പല പുരാണങ്ങളുടെ പേരുകൾ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ. എന്നെക്കുറിച്ച് എന്തെങ്കിലും ആദ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുഖവരിയൊക്കെ കാര്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് കാര്യമായിട്ട് എഴുതി കൊടുക്കാൻ കാരണം ഇതൊന്നുമല്ല ഞാൻ എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് പല പല പേരുകളുണ്ടായി. പല പുരാണങ്ങളുടെ പേരുകൾ, ഇതിഹാസങ്ങളുടെ പേരുകൾ, എല്ലാ പേരുകളും ഒന്നിലേക്ക് തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എത്രയോ കാലമായി തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കടവിൽ മാത്രം എത്തിച്ചേരാത്തതിനെക്കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ സഹധർമ്മിണിയുമായിട്ട് ഞാൻ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ പോയിട്ടില്ല, ഒന്ന് പോകണം. ഇതുപോലെ 2018 ശേഷം ഏകദേശം കൊറോണയൊക്കെ തുടങ്ങിയ സമയത്താണ് എന്നോട്, ഞാനിതുപോലെ ഭാഗവത സപ്താഹ വേദിയിലൊക്കെ പോകുമ്പോൾ ഓരോ ആളുകൾ വന്നിട്ട് പറയും, തിരുമേനി അടുത്ത ആഴ്ച ഞങ്ങൾ വൃന്ദാവനിൽ പോവുകയാണ്, അടുത്ത ആഴ്ച ഞങ്ങൾ ഹരിദ്വാറിൽ പോവുകയാണ്, ഞങ്ങൾ കൈലാസത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, എനിക്കിവിടേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും. ഒരു ദിവസം ഈ കൊറോണയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ സഹധർമ്മിണിയോട് ചോദിച്ചു, അല്ല നമുക്ക് ഹരിദ്വാറിലൊന്ന് പോകാൻ എന്നാ പറ്റുക? ഒരാഗ്രഹമുണ്ട്, കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം, ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും കൊറോണ തുടങ്ങി, എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയി അല്ലേ, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാതായി. അങ്ങനെ ഞാൻ ഈ സംസാരം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ സപ്താഹയജ്ഞ വിധി ഗോകർണൻ ഉപദേശിച്ചു കൊടുത്ത സൂര്യഭഗവാൻ എന്നെ വിളിച്ചുണർത്തിയത് ഒരു ഫോൺ ബെല്ലടിച്ചുകൊണ്ടാണ്. അത് ഞാൻ എടുത്ത വഴിക്ക് അപ്പുറത്തുനിന്നൊരു ശബ്ദമാണ്, തിരുമേനി അടുത്ത ആഴ്ച ഹരിദ്വാറിലൊന്ന് പോകാൻ പറ്റുമോ? എന്തിനാ ചോദിച്ചു. അവിടെ ചെന്ന് ഒരു ദിവസം ഇരുന്ന് നാരായണീയം വായിക്കണം. ഇതിലും വലിയ അത്ഭുതം വേറെ എന്തൊക്കെയാണ് നടക്കാനുള്ളത്? അതേപോലെ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ വർഷം. കൊറോണ കാലത്ത് കുറേ സപ്താഹയജ്ഞങ്ങളും പുരാണയജ്ഞങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചു. അന്ന് ഹരിദ്വാറിൽ പോയി യജ്ഞം നടത്തി. ഹരിദ്വാറിൽ ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം. ആലോചിച്ച് നോക്കണം ഭഗവാന്റെ ഓരോ രീതികൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെയൊക്കെ പോയി ഭഗവാൻ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു. ഇനിയിപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറ്റൊരു നാമമുണ്ടെങ്കിൽ അത് ഇന്ന് എല്ലാവരുടെയും നാവിലുള്ളത് മള്ളിയൂർ ഭാഗവത ഹംസമാണ്. സ്മൃതിപഥത്തിലേക്ക് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പറന്നിറങ്ങുക. ആ ഹംസത്തെ ഞാൻ കണ്ടത് ഏകദേശം 2003-2004 കാലഘട്ടത്തിലാണ്. അന്ന് അക്കിത്ത ഭാഗവതം വായിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ആ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യജ്ഞവേദിയിലേക്ക് ഭാഗവത ഹംസം പറന്ന് വന്ന് എൻ്റെ തൊട്ടടുത്തിരുന്നത്. അതിനുശേഷം പിന്നെയും 1-2 വേദികളിലൊക്കെ ഇരിക്കുകയുണ്ടായി. പക്ഷെ അപ്പോഴും അദ്ദേഹം നീന്തി തുടിക്കുന്നതായ ഭാഗവത മാനസ സരസിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കാരണവന്മാർ ഈ തോണിയൊക്കെ ഉണ്ടാക്കി തന്നു, കളിക്കാൻ വിട്ടു എന്നല്ലാതെ അതെങ്ങനെ തുഴയണമെന്നോ എവിടേക്കൊക്കെ തുഴയണമെന്നോ ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ഇനി പറഞ്ഞാൽ തന്നെ ഞാൻ അനുസരിക്കുമായിരുന്നുമില്ല. അത് അതിൻ്റെ ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില സമയത്ത് ചെവി പിടിച്ച് ഗുരുക്കന്മാരും കാരണവന്മാരുമൊക്കെ ചെവി പിടിച്ച് കൊണ്ടുപോവില്ലേ, അതുപോലെയാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ മാത്രമേ നമുക്ക് ഉത്തമ തീർത്ഥങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹം അതെന്നും ഉള്ളതാണ്. പിന്നെ എന്തുകൊണ്ട്? കാലം തിരിഞ്ഞ് അതിന് യോഗ്യമായിരിക്കുന്ന കടവെത്തുമ്പോൾ മാത്രമേ തോണി നമുക്ക് അവിടെ അടുപ്പിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള തോണിയുമായി ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും ഞാൻ പറയേണ്ട കാര്യവുമായി എൻ്റെ ജീവിതത്തിൽ ഈ സംഭവങ്ങൾക്ക് ബന്ധമുണ്ട്. കാരണം
ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാം ഭഗവാന്റെ ലീലയായിട്ടാണ്. ആ ഭഗവാന്റെ ലീല എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സർഗം എന്ന ലക്ഷണത്തോടു കൂടിയ തൃതീയ സ്കന്ധത്തിലെ വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മൂതി, മന്വന്തരം, വംശാനുചരിതം, നിരോധം, മുക്തി, ആശ്രയം മുതലായിരിക്കുന്ന ലക്ഷണങ്ങളോടുകൂടിയ വളരെ ബൃഹത്തായൊരു പുരാണം. ആ പുരാണത്തിൽ സർഗത്തെ പറഞ്ഞിരിക്കുന്നത് മറ്റ് പുരാണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാ പുരാണങ്ങളിലും സർഗവും വിസർഗവും പറഞ്ഞിട്ടുണ്ട്. സർഗം വിസർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്? ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇതെവിടേക്കാണ് വിലയിക്കുന്നത്? ഇതൊക്കെയാണ് സർഗചിന്തകൾ. സൃഷ്ടിയെക്കുറിച്ചുള്ളതായ ചിന്തകളാണ്. ലോകത്തിൽ എല്ലായിടത്തും സൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നതാണ് ഈ സനകാദി ശാപവും ഹിരണ്യാക്ഷ വധവും ആകുന്ന ഈ പ്രകരണം. അത് ഭാഗവതത്തിൻ്റെ സർഗദർശനത്തെ വളരെ താത്വികമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഹിരണ്യാക്ഷവധം വർണ്ണിച്ചുകൊണ്ട കഥ അവസാനിക്കുന്നത് യോ വൈ ഹിരണ്യാക്ഷവധം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മന ശൃണോതി ഗായത്യനുമോദതേഞ്ജസാ വിമുച്യത്തെ ബ്രഹ്മവധാദപി വിജാഹ. എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി തരുന്നതാണ് ഈ ഹിരണ്യാക്ഷവധം എന്ന പ്രകരണം, കഥാഭാഗം. ഇങ്ങനെയാണ് അതിൻ്റെ ഫലശ്രുതി പറയുന്നത്. ആ ഫലശ്രുതിയിൽ പറഞ്ഞ രണ്ട് വിശേഷണങ്ങൾ, ഒന്ന് വിക്രീഡിതം, ഒരു കളിയാണ്, ഭഗവാൻ കളിച്ച കളി. ഏത് ഭഗവാൻ കളിച്ച കളി? കാരണസൂകരഹ. സൂകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുന്ന സ്വഭാവത്തോടു കൂടി ഒരു മൃഗം എന്നാണ് അർത്ഥം. കാരണസൂകരഹ, കാരണമാകുന്ന സൂകരം. അപ്പം കാരണമാകുന്ന സൂകരം ഹിരണ്യാക്ഷനെ ഒരു കളിയായി വധിച്ചു എന്ന കഥ നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഇല്ലാതാവും. ഇനി ഞാൻ ഈ ഗ്രന്ഥം അടച്ചു വയ്ക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൽ ഒരു ശ്ലോകം പോലും ഞാൻ ഉദ്ധരിക്കുന്നില്ല. കാരണം ഉദ്ധരിച്ചാൽ, ഒരു ശ്ലോകം ഉദ്ധരിച്ച് പൂർണ്ണമാക്കണമെങ്കിൽ എനിക്ക് ഏകദേശം 1 മണിക്കൂർ വേണം. നേരത്തെ ആദ്യത്തെ പ്രഭാഷകൻ പറഞ്ഞു മഹാത്മാക്കളുടെ സമയം അപഹരിച്ചാൽ അത് ബ്രഹ്മഹത്യ പാപമാണെന്ന്. അതിനേക്കാളും വലിയൊരു പാപമുണ്ട്, നമുക്ക് ചുറ്റുമുള്ള പ്രാണികളെ വിശപ്പിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പാപമാണ്. ഏകദേശം അതിൻ്റെ സമയമാണിപ്പോൾ. അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാച്ച് നോക്കിക്കഴിഞ്ഞാൽ നിർത്തണമല്ലോ എന്ന ചിന്ത വന്നാൽ പിന്നെ ആകെ കുഴപ്പമായി. അതുകൊണ്ട് ആ കുഴപ്പത്തിലേക്ക് കടക്കാതിരിക്കാൻ നമുക്ക് ഈ കഥയെ 3ആയി വിഭജിക്കാം. ഒന്ന്, വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ വിതുരൻ ചോദിച്ച ചോദ്യം എന്താണ്? അല്ലയോ ഭഗവാനെ, ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്? ഈശ്വരൻ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ സൃഷ്ടി എന്നതൊരു കർമ്മമാണെന്നിരിക്കെ കർമ്മവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഭഗവാൻ വർത്തിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയുള്ളതായ ഈ പ്രപഞ്ച സൃഷ്ടിജാലങ്ങൾ അത് ഭഗവത് സ്വരൂപമാണെന്ന് പറയുകയും ചെയ്യുന്നു, ഭഗവാനിൽ നിന്ന് ഭിന്നമല്ലെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ സൃഷ്ടിജാലങ്ങളിൽ എവിടെയും നമുക്ക് നേരിട്ട് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്നുമില്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അഹം, മതം, മാത്സര്യം മുതലായിരിക്കുന്ന അനവധി തരത്തിലുള്ള വികാര വിചാരങ്ങളിലൂടെ കടന്നു പോകുന്നവരായ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് അനന്തപത്മനാഭൻ്റെ നാഭിയിൽ നിന്ന് ജനിച്ചതായ ബ്രഹ്മാവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയത്. അത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മൈത്രേയ മഹർഷി ഈ വിതുരനെ അഭിനന്ദിക്കുന്നുണ്ട്. അല്ലയോ വിതുര മഹാശയ, അങ്ങിത് ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അങ്ങ് ആരാണ്? സാക്ഷാൽ പുരാണകർത്താവായ ആ മഹത്തരമായിരിക്കുന്ന സംസ്കൃതിയെ ലോകത്തിന് പകർന്നു കൊടുത്ത മഹാഋഷിയായ വേദവ്യാസൻ്റെ പുത്രനാണ്. വേദവ്യാസപുത്രനാണ് അങ്ങ് എന്ന് മാത്രമല്ല മൈത്രേയൻ അവിടെ സൂചിപ്പിക്കുന്നത്, അങ്ങ് സാക്ഷാൽ യമധർമ്മ രാജാവാണ്. അണിമാണ്ഡവ്യൻ എന്ന് പേരുള്ളതായ ഒരു മഹർഷിയുടെ ശാപത്താൽ അങ്ങ് മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചതാണ്. അങ്ങനെയുള്ള അങ്ങിൽ നിന്ന്
ഇത്തരമൊരു ചോദ്യം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മഹാത്മാക്കൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ലോകത്തിന് വേണ്ടിയാണ്. ലോകത്തിലെ സകല ചരാചരങ്ങളിലേക്കും അറിവ് പകർന്നു കൊടുക്കുന്ന വിധത്തിലാണ് മഹാത്മാക്കൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മൗനം ഭഞ്ജിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വിതുരർക്ക് മൈത്രേയനുമായി സംഗമിച്ചപ്പോൾ ആദ്യമേ തന്നെ ഉണ്ടായത് സംശയമാണ്. സംശയത്തിൽ നിന്ന് ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി ആദ്യമേ തന്നെ മൈത്രേയനിൽ നിന്ന് ലഭിച്ചതായ അനുഭവം ഞാൻ ആരാണ് എന്ന തിരിച്ചറിവാണ്. വിതുരന് ഞാൻ ആരാണ്, എൻ്റെ ജന്മം എന്തിനു വേണ്ടിയുള്ളതാണ്, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ വ്യക്തമായി ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തോടു കൂടിയാണ് ഇനിയുള്ള കഥകളൊക്കെ മൈത്രേയൻ പറഞ്ഞു കൊടുക്കുന്നത്. ആ കഥകളിൽ പ്രധാനമാണ് വരാഹ അവതാര കഥ. വരാഹാവതാര കഥ നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുള്ളതാണ്. സ്വയംഭൂമനു, ശതരൂപ, അവരുടെ മക്കളായി ദേവഹൂതി, ആകൂതി, പ്രസൂതി, ആൺകുട്ടികൾ പ്രിയവ്രതൻ, ഉത്താനപാദൻ, ഇവരുടെ വംശപരമ്പരയുടെ ചരിത്രമാണ് സർഗവിസർഗ ലക്ഷണോപേതമായിരിക്കുന്ന 3-ാമത്തെയും 4-ാമത്തെയും സ്കന്ധത്തിൽ ആകെ കൂടി 33-ഉം 31 അധ്യായങ്ങൾ, 64 അധ്യായങ്ങൾ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രൂപവും ഭഗവാന്റെ ഒരു ലീലയാണ്, ഒരു കലയാണ്. ഒരു ശില്പി എങ്ങനെയാണ് ഒരു ശില്പം നിർമ്മിക്കുന്നത്, അതുപോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തിരിക്കുന്നു എന്ന തത്വത്തെ വ്യക്തമാക്കുന്ന 64 അധ്യായങ്ങളോട് കൂടിയതാണ് സർഗവിസർഗ ലക്ഷണോപേതമായ 3-4 അധ്യായങ്ങളിലെ കഥകൾ. അപ്പോൾ ആ കഥയിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചുവെന്നും ബ്രഹ്മാവിനെ സൃഷ്ടിയിൽ പ്രേരിപ്പിക്കാൻ ആ ഭഗവാൻ തപസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ബ്രഹ്മാവ് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് കർമ്മമാണെന്നും ആ കർമ്മത്തിൽ തനിക്ക് മമതാബോധമുണ്ടാവുമെന്നും മമതയുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ദുഃഖമുണ്ടാവുമെന്നും മനസ്സിലാക്കി ആ മമത ഇല്ലാതിരിക്കാൻ, ദുഃഖമില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് 2-ാമത്തെ സ്കന്ധത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ഭഗവാൻ ഭാഗവത സാരം ഉപദേശിച്ചു കൊടുത്തത്. അതാണിപ്പോൾ വിസ്തരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മുടെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം ഈ കഥയിലേക്ക് പ്രവേശിക്കാൻ. 2-ാമത്തെ സ്കന്ധമാണ് ഈ സർഗാദി ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായും പ്രതിപാദിക്കുന്ന ഭാഗം, 10 അധ്യായങ്ങൾ. ആ 10 അധ്യായങ്ങളിലെ 8-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് ഞാൻ എന്തിനാണ് ഈ കഥ കേൾക്കുന്നത് എന്ന് വ്യക്തമായി ശ്രീശുകനോട് പറയുന്നുണ്ട്. എന്തിനാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്? ആദ്യത്തെ ചോദ്യമൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. മരിക്കാൻ പോകുന്നവൻ എന്ത് കേൾക്കണം, എന്ത് പ്രവർത്തിക്കണം, എന്തിൽ നിന്നൊക്കെ നിവർത്തിക്കണം എന്ന ചോദ്യത്തിൽ നിന്നാണ് ശ്രീ ശുകബ്രഹ്മർഷി കഥ ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ ആ കഥയുടെ ആദ്യത്തെ സ്വരൂപവും പ്രബന്ധത്തിൻ്റെ ഭാവങ്ങളും ഒക്കെ വർണ്ണിച്ചു കഴിഞ്ഞതിന് ശേഷം പരീക്ഷിത്ത് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഈ കഥ കേൾക്കുന്നത്. അത് വ്യക്തമാക്കുന്നത് കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷേ കലേവരം എന്നാണ്. പരീക്ഷിത്ത് പറയാണ്, കൃഷ്ണനിൽ മനസ്സ് ചേർത്ത് വെച്ച് എനിക്ക് ഈ കലയവരം ഉപേക്ഷിക്കണം, ഈ ശരീരം ഉപേക്ഷിക്കണം. അപ്പം കൃഷ്ണനിൽ മനസ്സ് ചേർത്ത് ശരീരം ഉപേക്ഷിക്കണമെങ്കിൽ ഓരോ കഥയും വിശദീകരിക്കുമ്പോൾ, അതിലെ സ്തുതികൾ വിശദീകരിക്കുമ്പോൾ, ആ കഥയിലെ സ്ഥലങ്ങളെ വർണ്ണിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ആരുണരണം? കൃഷ്ണൻ ഉണരണം. കൃഷ്ണനാരാ? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ശ്രീമദ് ഭാഗവതം തന്നെയാണ് കൃഷ്ണൻ. ഭാഗവതം എന്താ? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ വദന്തി യത്തത്വവിദ. തത്വവിത്തുക്കളായ ആളുകൾ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായി എന്തിനെയാണോ ഈശ്വരനെന്നും പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും വിളിക്കുന്നത്, ഭഗവാൻ എന്ന് വിളിക്കുന്നത്, അത് തന്നെയാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതമാകുന്ന ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണനെ അനുനിമിഷം സ്മരിക്കുന്ന വിധത്തിൽ കഥ പറയണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ കൃഷ്ണൻ ആരാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ കാരണസൂകരമാണ്. കാരണസൂകരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമെന്ത്? പ്രപഞ്ചത്തിൻ്റെ കാരണം എന്താണോ അത് തന്നെയാണ് നമ്മുടെയും കാരണം. ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ജനിച്ച ഏതൊരു മനുഷ്യനുണ്ടോ, വിവേകത്തോടു കൂടി ചിന്തിക്കാൻ തുടങ്ങിയ ആ ബോധതലം ആദ്യമായി ചോദിച്ച ചോദ്യം ഞാൻ ആരാണ്, എനിക്ക് ചുറ്റും കാണുന്നത് എന്താണ് എന്ന് തന്നെയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയാണ് ലോകത്തിൽ സകല ദിക്കുകളിലും അനവധി തരത്തിലുള്ളതായ തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ തത്വശാസ്ത്രങ്ങളൊക്കെ പല വിധത്തിൽ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണ്. ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പല വിധത്തിൽ ഉത്തരം പറഞ്ഞു. അങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ഈശ്വരൻ്റെ സ്വരൂപം എന്താണ് എന്നായി.
അപ്പോൾ ഓരോരോ ദേശങ്ങളിലും അവരവരുടെ സംസ്കാരങ്ങൾക്കനുസരിച്ച്, അവരവരുടെ വേഷവിധാനങ്ങൾക്കനുസരിച്ച്, അവരവരുടെ ഭക്ഷണ രീതികൾക്കനുസരിച്ച്, അവരവരുടെ ഭാഷയ്ക്കനുസരിച്ച്, ദേശകാല സ്വഭാവങ്ങൾക്കനുസരിച്ച് ഓരോ ഈശ്വര രൂപങ്ങളുണ്ടായി. താടി വെച്ച ഈശ്വരനുണ്ടായി, മീശ വെച്ച ഈശ്വരനുണ്ടായി, ലോഹയിട്ട ഈശ്വരനുണ്ടായി, തൊപ്പി വെച്ച ഈശ്വരനുണ്ടായി, 2 കാലുള്ളത്, 2 കൈയുള്ളത്, അനവധി തലയുള്ളത്, ഇങ്ങനെ പല വിധത്തിലുള്ള ഈശ്വരന്മാരും ലോകത്തിലുണ്ടായി. പക്ഷേ ഭാരതീയരുടെ പ്രശ്നം ഈ പ്രപഞ്ചം ആര് സൃഷ്ടിച്ചു എന്നതായിരുന്നില്ല. ആര് വേണമെങ്കിൽ സൃഷ്ടിച്ചോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമായിരുന്നില്ല. ആ സൃഷ്ടിച്ചാളുടെ രൂപം കറുത്തട്ടോ വെളുത്തട്ടോ പൊക്കം കൂടിയിട്ടോ പൊക്കം കുറഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അതും ഭാരതീയർക്ക് പ്രശ്നമായിരുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമേ ഭാരതീയ ദർശനങ്ങളിലെ ചോദ്യത്തിലെ അഗാധതകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ആ സംശയം, അത് ചോദ്യം ഉണരാൻ കാരണമായ സംശയം, ആ ഋഷീശ്വരന്മാർ സ്വയം അവരവരോടും ചുറ്റുമുള്ളതിനോടും ചോദിച്ചു കൊണ്ടിരുന്നത് ഒരൊറ്റ കാര്യമാണ്: ഈ പ്രപഞ്ചം എന്തിന് എന്ന ചോദ്യമാണ്. ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചോദിക്കും? എന്തിന്? ഞാൻ എവിടെ നിന്നുണ്ടായി? ഈശ്വരൻ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ എന്തിന് എന്നതാണ് ചോദ്യം. നിങ്ങളൊക്കെ അത് തന്നെ സ്വയം ചോദിക്കുക. ആ ചോദ്യം ചോദിച്ചു പരീക്ഷിത്ത്, സ്വയം ചോദിച്ചു. അതിൻ്റെ ഉത്തരം പറയാൻ കഴിവുള്ള ഒരാൾ മുൻപിൽ വന്നിരുന്നു. ഉത്തരം പറയാൻ കഴിവുള്ള ആൾ ആ എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിൽ ആദ്യമേ തന്നെ വ്യക്തമാക്കേണ്ടത് എന്താ? പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയുന്നതായ ആ സൃഷ്ടിപ്രക്രിയ ഭാരതീയർ വർണ്ണിച്ചത് എങ്ങനെയാണ്? അനവധി പുരാണങ്ങളുണ്ട് നമുക്ക്. അഗ്നിപുരാണം, ലിംഗപുരാണം, കൂർമ്മപുരാണം മുതലായിരിക്കുന്ന പുരാണങ്ങൾ, മഹാഭാരതമാകുന്ന ഇതിഹാസം, ഇതൊന്നും കൂടാതെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷാനിരുക്തം, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം മുതലായിരിക്കുന്ന അനവധി തരത്തിലുള്ളതായ ശാസ്ത്രങ്ങൾ, ഇവയൊക്കെ കാലദേശങ്ങൾക്ക് അനുസൃതമായി പല 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 രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം എന്തുകൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ അനവധി തരത്തിലുള്ള അഭിപ്രായങ്ങളും അനവധി തരത്തിലുള്ളതായ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന വിധത്തിലുള്ളതായ വർണ്ണനകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ശ്രീമദ് ഭാഗവതം എല്ലാറ്റിനെയും സമന്വയിച്ചുകൊണ്ട് ശ്രീശുക സാരസ്വതമായി അതിൻ്റെ എല്ലാം തത്വങ്ങളെ അനുഭവമായി പകർന്നു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അനുഭവത്തിൽ പറയുന്നത് എന്താ? ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നല്ല. ഉപനിഷത്തായാലും വേദങ്ങളായാലും ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പുരാണ കഥയിൽ നമ്മൾ കേൾക്കുമ്പോൾ പറയും, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി, ബ്രഹ്മാവ് സൃഷ്ടി നടത്തി എന്നൊക്കെ പറയും. പക്ഷേ ആ സൃഷ്ടിപ്രകരണം നിങ്ങൾ വേണ്ടതുപോലെ വായിച്ചാൽ മനസ്സിലാവും. ബ്രഹ്മാവ് എന്താ ഭഗവാനോട് പറഞ്ഞത്? മുമ്പേ ഉണ്ടായിരുന്നതായി ഈ പ്രപഞ്ചത്തെ ഞാൻ എങ്ങനെയാണ് അതേപോലെ തന്നെ സൃഷ്ടിക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത് എന്താണ്? അതെന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഋഗ്വേദത്തിലേക്ക് പോകണം. ഋഗ്വേദത്തിൽ പറയുന്നത് എന്താ? സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാ സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠത ചാങ്കുലം എന്നിങ്ങനെ പറയുന്ന പുരുഷ സൂക്തത്തിൽ പുരേശയതി യഹ സഹ പുരുഷ, പുരുഷ സൂക്തം പറയുന്നതായ യാതൊരു പ്രപഞ്ച സ്വരൂപമുണ്ടോ ആ പ്രപഞ്ച സ്വരൂപമാണ് ഈശ്വരൻ. മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? എത്ര അവതാരമുണ്ട്? പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. 10 അവതാരം എന്ന് നമ്മൾ പറയും അല്ലേ? പക്ഷേ ഭാഗവതത്തിലെ 3-ാമത്തെ അധ്യായം, 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം എടുത്താൽ 10 അല്ല, അതിൽ കൂടുതൽ അവതാരങ്ങൾ അംശാവതാരങ്ങളായിട്ടും അംശാവതാരങ്ങളായിട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ കേൾക്കുന്നത് നമ്മളോട് മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ തുടങ്ങും മത്സ്യം, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ബലരാമ, ശ്രീരാമ, ശ്രീകൃഷ്ണ, കൽക്യാദ്യ അവതാരങ്ങൾ എന്നങ്ങടെ 10 അവതാരങ്ങളെക്കുറിച്ച് പറയും. 10 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ സയൻറ്റിഫിക്കായിട്ട് വ്യാഖ്യാനിക്കും. മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഉണ്ടായതായ ജീവികളെ പ്രതിദാനം ചെയ്യുന്ന അന്നത്തെ ആളുകളുടെ അറിവുകളാണ്. കൂർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിലുള്ളതായ ജീവികളൊക്കെ പിന്നെ കരയിലേക്ക് കയറിയ ജീവികൾ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളുണ്ടായി. പിന്നെ കരയിൽ കയറിയ ജീവികളെ അഴിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഉരകങ്ങളുണ്ടായി. ഉരകങ്ങൾ 4 കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ 4 കാലികളുണ്ടായി. 4 കാലികളുള്ള വാലുള്ളതായ കുരങ്ങന്മാരെങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞ് വാല് കൊഴിഞ്ഞു പോയപ്പോൾ നമ്മളെപ്പോലെയുള്ള മനുഷ്യരുണ്ടായി. നിയാണ്ടർത്തൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പൂർവിക മനുഷ്യരുടെ പരിണാമ സിദ്ധാന്തമാണ് ഈ പറയുന്ന ഭാഗവതാദി പുരാണങ്ങളിലെ സർഗസിദ്ധാന്തം, വിഷ്ണുവിൻ്റെ ദശാവതാര സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കും. ആദ്യം തന്നെ മനസ്സിലാക്കുക, സയൻസ് എന്ന പദത്തിന് സംസ്കൃതത്തിലോ മലയാളത്തിലോ തുല്യമായൊരു പദമില്ലാത്തത് കൊണ്ട്
വളരെ പൗരാണികരായിരിക്കുന്ന നമ്മുടെ ഋഷീശ്വരന്മാർ ഉപയോഗിച്ച ശാസ്ത്രം എന്ന പദത്തെ സയൻസ് എന്ന പദത്തിന് സമാനമായി വെച്ചു എന്നേ ഉള്ളൂ. ശാസ്ത്രം എന്ന പദം കൊണ്ട് വ്യവഹരിക്കുന്ന വിശാലതയിലേക്കോ മഹത്തരമായിരിക്കുന്നതായ അനുഭവ തലത്തിലുള്ളതായ ആ ജ്ഞാനാർജനത്തിലേക്കോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല സയൻസ് എന്ന പദം. ശാസ്ത്രം എന്ന വാക്കുകൊണ്ട് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ വിശദീകരിച്ചത് പ്രവൃത്തിം ച നിവൃത്തിം ച നിത്യേന കൃതകേനവാ പുംസാം യേനോപദിശ്യതേ തത് ശാസ്ത്രമിതി കഥ്യത്തെ എന്നാണ്. പ്രവർത്തിക്കേണ്ടതെന്ത്, പ്രവർത്തിക്കരുതാത്തതെന്ത്, എന്നും പ്രവർത്തിക്കേണ്ടതെന്ത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത് എന്തോ അതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത്. ആ ശാസ്ത്രം എന്ന വാക്കിനെ നമുക്ക് സയൻസ് എന്ന പദം കൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി എന്നിങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും നമുക്ക് ഞാൻ എന്താണോ അനുഭവിക്കുന്ന അതേ അനുഭവം മറ്റൊരാൾക്ക് കൂടി ഉണ്ടാവുന്നുണ്ടെങ്കിലേ അതിനെ ശാസ്ത്രീയമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞ ശാസ്ത്രമനുസരിച്ച് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഈശ്വരനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അനുഭവം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച അനുഭവമാവണമെന്നില്ല. ഞാൻ അനുഭവിച്ചത് നരസിംഹസ്വരൂപനായിരിക്കുന്ന ഭഗവാനെയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കയ്യിൽ വെണ്ണയേന്തി ഉണ്ണിക്കണ്ണനായിട്ടാവും ഭഗവാനെ അനുഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ആ ഭഗവാനോടുള്ളതായ ഭാവവും നമ്മുടേതായിരിക്കുന്ന അത്രയും കാലം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ളതായ അറിവിൻ്റെ സംസ്കാരവും അനുസരിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ ആ ഈശ്വരനെ അനുഭവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നു എന്നുള്ളത് കൊണ്ടാണ് ഭക്തേച്ഛോപാത്തദേഹായ സ്വച്ഛന്തോപാത്തദേഹായ എന്നിങ്ങനെ ഭഗവാന് വിശേഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഭക്തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപമെടുക്കുന്നവനാണ് ഭഗവാൻ. ഭക്തൻ എങ്ങനെയാണോ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഭക്തന്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപമെടുക്കുന്ന ഭഗവാൻ ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ പറഞ്ഞ ഭഗവാൻ വിരാട്ടാണ്. അപ്പോൾ 10 അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരം ഏതാ? ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ജഗൃഹേ പൗരുഷം രൂപം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭഗവാൻ സ്വയം ഒരു രൂപമെടുത്ത്. ഏത് രൂപം? ജഗൃഹേ പൗരുഷം രൂപം. ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഭഗവാനാണോ? ആണോ? അല്ല. പിന്നെയോ? ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ അല്ലാത്തതായി വല്ലതുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും ഭഗവാനാണ്. മരങ്ങളായിക്കോട്ടെ, കല്ലായിക്കോട്ടെ, പുഴയായിക്കോട്ടെ, കടലായിക്കോട്ടെ, പർവ്വതമായിക്കൊള്ളട്ടെ, ആകാശമായിക്കൊള്ളട്ടെ, ഭൂമിയായിക്കൊള്ളട്ടെ, പൂവായിക്കോട്ടെ, പൂമ്പാറ്റയായിക്കൊള്ളട്ടെ, സകലതും ഭഗവാനാണെന്നിരിക്കെ ഏത് രൂപത്തിലും ഭാവത്തിലും ഭഗവാനെ കാണുവാനുള്ളതായ സ്വാതന്ത്ര്യം ഭക്തർക്ക് ഈ ദർശനങ്ങൾ കൊടുക്കാൻ കാരണമെന്താ? ഭഗവാൻ എന്നാൽ, ബ്രഹ്മമെന്നാൽ, ഈശ്വരൻ എന്നാൽ അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമെന്നാണ്. അതുകൊണ്ട് കാരണസൂകരഹ, കാരണസൂകരത്തിൻ്റെ കഥ നമ്മളെ എവിടേക്ക് ചേർത്ത് നിർത്തുന്ന കഥയാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന കാരണത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന കഥയാണ്. ഞാൻ ആരാണ്, നിങ്ങളാരാണ്, ഈ കാണുന്ന പ്രപഞ്ചം എന്താണ്, അത് മുഴുവൻ ഈശ്വരൻ തന്നെയാണ് എന്ന തത്വത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന വരാഹാവതാര കഥ. സ്വയംഭൂമനുവും ശതരൂപയും ബ്രഹ്മാവിനോട് ചോദിച്ചു, ഞാനും എൻ്റെ കുട്ടികളും കൂടി എവിടെ പോയി താമസിക്കണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് സാക്ഷാൽ ബ്രഹ്മദേവൻ അങ്ങനെയാണെങ്കിൽ എന്നെ പ്രപഞ്ച സൃഷ്ടിക്കായി പ്രേരിപ്പിച്ചതായ ഭഗവാൻ തന്നെ ഇതിനൊരു പോംവഴി കാണട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ ഏതൊരു ഭാവത്തിലാണോ ഭഗവാൻ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആ ഭാവത്തിന് അനുഭവമാവുകയും ആ അനുഭവം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവശ്യം എന്താണ് ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതായ ഒരു രൂപമെടുത്ത് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് ചാടി. അങ്കുഷ്ഠപരിമാണം, ഒരു തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ എന്നാണ് പറഞ്ഞത്, അല്ലേ? ഒരു തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ പുറത്തേക്ക് ചാടി. വരാഹ ശിശുവാണ്. ആരുടെ തള്ളവിരലിൻ്റെ വലിപ്പത്തിലാണ് ചാടിയത്? ബ്രഹ്മാവിൻ്റെ ആണോ? കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തള്ളവിരലിൻ്റെ ആണോ? കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീശുകൻ്റെ തള്ളവിരലിൻ്റെ ആണോ? ശ്രീശുകൻ കഥ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നൈമിഷാരണ്യത്തിലിരുന്ന് കഥ പറയുന്ന സൂതൻ്റെ തള്ളവിരലിൻ്റെ ആണോ? അതവിടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ശൗനകാദി ഋഷീശ്വരന്മാരുടെ തള്ളവിരലിൻ്റെ വലുപ്പമാണോ? അതോ സൂതശൗനകാദി ആ സംവാദ രൂപത്തിൽ പറയുന്നതായ കഥ വിതുരമൈത്രേയ സംവാദ രൂപത്തിലാണല്ലോ? അപ്പോൾ വിതുരൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി മൈത്രേയൻ പറഞ്ഞതാണല്ലോ, അവരുടെ തള്ളവിരലിൻ്റെ രൂപത്തിലാണോ? അതാണ് ഭാഗവതം. കേൾക്കുന്നത് ആരാണോ അവരുടെ
ജ്ഞാന സംസ്കാരം എന്താണോ അതിനനുസരിച്ച് ഭഗവാൻ രൂപമെടുക്കുന്നു. അപ്പോൾ രൂപമെടുത്തു. എന്തു രൂപം? വരാഹ ശിശു. ആ വരാഹ ശിശുവിൻ്റെ രൂപത്തെ എങ്ങനെയാണ് പുരാണം ഭാഗവതം വർണ്ണിച്ചത്? അതിമഹത്തരമായിരിക്കുന്നതായ വരാഹരൂപത്തെ കണ്ട് ജനലോകത്തിലും തപോലോകത്തിലും ഒക്കെ ഉള്ളവരായിരിക്കുന്ന ആളുകളൊക്കെ സ്തുതിച്ചു എന്ന് പറയുകയുണ്ടായി. ആ സ്തുതി വരാഹത്തെ വിശേഷിപ്പിച്ചതായ ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ നമ്മൾ വേണ്ടതുപോലെ മനസ്സിൽ വെക്കേണ്ടതാണ്. സൃക്തുണ്ട ആസീത് ശ്രുവൈശനാസയോരിടോദരേ ചമസാ കർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തുതേ യച്ചർവണം തേ ഭഗവന്നഗ്നിഹോത്രം ദീക്ഷാനുജന്മോപസദശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട്ര ജിഹ്വാ പ്രവർഗ്യസ്തവ ശീർഷകം ക്രതോസഭ്യാവസദ്യം ചിതയോസവോഹിതേ. ഭഗവാന്റെ യജ്ഞവരാഹരൂപം എങ്ങനെയുള്ളതാ? വരാഹം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? എന്താ വരാഹം? ഓർക്കെ പറഞ്ഞോളൂ. വരാഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പന്നി. അത് പറയുമ്പോൾ തന്നെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. പന്നി അല്ലേ? പന്നിയായി ഭഗവാൻ അവതരിച്ചു. എന്നിട്ടോ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയ സൃഷ്ടിപ്രകരണത്തിൽ എപ്പോഴോ അതല വിതല തലാതല രസാതല പാതാളാദി ലോകങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടിത്തട്ടിലേക്ക് ക്രമം തെറ്റിപ്പോയി. ആർക്ക്? ബ്രഹ്മാവിന്. ക്രമം തെറ്റണമെങ്കിൽ എന്ത് വേണം? അതിനു മുമ്പ് ഒരു ക്രമം ഉണ്ടാവണ്ടേ അല്ലേ? അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പുതിയതെന്തോ അത് അതിൻ്റെ ക്രമം. പക്ഷെ ബ്രഹ്മാവ് ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല എന്നതിൻ്റെ തെളിവാണ് ഇത് ക്രമം തെറ്റിപ്പോയി. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലായിപ്പോയ ആ ഭൂമിയെ ഭഗവാൻ തൻ്റെ തേറ്റയിൽ ഉദ്ധരിച്ചു. ഉദ്ധരിച്ചത് വരാഹരൂപം ധരിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ആ വരാഹമൂർത്തിയെ നമ്മൾ മലയാളത്തിൽ പറയുക പന്നി എന്നും, അതുപോലെ സൂകരം എന്ന് സംസ്കൃതത്തിൽ ഒരു പേരുണ്ട്. അതാണ് നേരത്തെ കേട്ടതായ കാരണസൂകരഹ എന്നാണ് ഭാഗവതം വിശേഷിപ്പിച്ചത്. പക്ഷെ നമ്മൾ എന്ത് പറയും? കാട്ടിലും ചേറിലും ചെളിയിലും ഒക്കെ നടക്കുന്നതായ ഒരു രൂപമായിട്ടാണ് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെയാണ് നിങ്ങൾ രൂപമായിട്ട് സങ്കല്പിക്കുന്നതെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക? പന്നിയായി തന്നെ വരും. കാരണം എന്താ? ഭഗവാൻ അതിനൊരു വിരോധമില്ല. നിങ്ങൾ എന്താണോ ധരിക്കുന്നത് ആ ധാരണയ്ക്കനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാവും. പ്രത്യക്ഷനാവുക എന്ന് പറഞ്ഞാൽ എന്താ? കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക എന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ആ ഈശ്വരനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അത് പന്നിയായിട്ടാണെങ്കിൽ പന്നിയായിട്ട്. പക്ഷെ കാരണസൂകരമായിട്ട് ഉൾക്കൊള്ളണമെങ്കിലോ? ആദ്യമേ തന്നെ ഞാൻ എന്താ പറഞ്ഞത്? കഥ അവസാനിക്കുന്ന സമയത്ത് ആ കഥയുടെ ഫലശ്രുതിയിൽ പറഞ്ഞത് എന്താ? വിക്രീഡിതം കാരണസൂകരസ്യ അല്ലേ? കാരണസൂകരത്തിൻ്റെ ഒരു കളിയാണ് യഥാർത്ഥത്തിൽ ഈ ഹിരണ്യാക്ഷവധം. അപ്പോൾ വരാഹം അവതരിച്ചത് എന്തിനാ? ഭൂമി ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഭൂമിയും പ്രപഞ്ചമൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, അതെ ഭാഗവതത്തിൽ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. പണ്ട് ബ്രഹ്മാവ് ഈ സൃഷ്ടിയൊക്കെ നടത്തുന്ന സമയത്ത് ഭൂമി ഉരുണ്ടട്ടാണല്ലോ ഭൂമി. അത് ഈ സമുദ്രത്തിൻ്റെ അടിയിലായി. ഈ അടിയിലായ ഭൂമി ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു കാട്ടുപന്നിയായിട്ട് അവതാരമെടുത്തു ഈശ്വരൻ. അങ്ങനെ എന്നിട്ട് ആ കാട്ടുപന്നിയുടെ തേറ്റയിൽ ഈ ഭൂമി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ എന്ത് പറയും? ഹോ, ഇതൊക്കെയാണോ നിങ്ങളുടെ ഈ പുരാണവും ഭാഗവതവും? എന്നിട്ടാണോ അമ്മ എന്നോട് ഭാഗവതം കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് സപ്താഹവേദിയിലേക്ക് കൊണ്ടുപോകണത്? ഇനി മേലാക്ക് എന്നെ വിളിക്കരുത് എന്ന് പറയും. കാരണം എന്താ? അവരെ സുവോളജിയും കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും ഒക്കെ പഠിച്ച് ബിഗ് ബാങ് തിയറിയും രാസമാറ്റങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തിനുണ്ടാവുന്നതായ പ്രത്യേകതകളും പരിണാമങ്ങളും ജിയോളജിയിലെ പലതരത്തിലുള്ളതായ ഘട്ടങ്ങളും അല്ലേ ചരിത്രാവശിഷ്ടങ്ങളിലൂടെ പഠിച്ചെടുത്ത് നമ്മുടെ പൂർവീകര ചരിത്രങ്ങളിലൂടെയും കാർബൺ ടെസ്റ്റുകളിലൂടെയും അവതരിപ്പിച്ചതായ അനവധി തരത്തിലുള്ള സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകളും അനവധി തരത്തിൽ നിന്ന് കുഴിച്ചെടുത്ത പല സ്ഥലത്തു നിന്നും കുഴിച്ചെടുത്ത ഭരണി, ചട്ടി, കലം മുതലായവയുടെയൊക്കെ അതിൻ്റെയൊക്കെ കാർബൺ ടെസ്റ്റുകളൊക്കെ നടത്തി അത് വെച്ചിട്ട് നമ്മുടെ വേദത്തിൻ്റെ കാലഘട്ടം വരെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ മേലാക്കം സപ്താഹവേദിയിലേക്ക് വരുമോ അല്ലേ? അതല്ല ഈ സപ്താഹത്തിന് പകരം വേറെ എന്തെങ്കിലുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെങ്കിലോ ഇന്ന് കുട്ടികളെ ഒന്ന് സ്കൂളിലേക്ക് വിടാതെ നിങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും, അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അല്ലേ? അപ്പം എന്താ കാരണം? അവർക്ക് ഉൾക്കൊള്ളേണ്ടതല്ല ഇത് വേറെ ഏതോ പുരാണ
പൗരാണികന്മാരായിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന കുറേ സാധനങ്ങളാണ്. ഇതൊന്നും ആധുനികമായിരിക്കുന്നതായ വിദ്യാഭ്യാസത്തിന് ഗുണം ചെയ്യുന്നതല്ല എന്നൊരു ധാരണ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് വരെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഭാഗവതം സൂക്ഷ്മതയോടുകൂടി കേൾക്കണം. ഒരു വട്ടമല്ല, കേട്ടുകൊണ്ടേയിരിക്കണം, അനുനിമിഷം കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ അനുഭവം നമുക്ക് മനസ്സിലാവും. കാരണം പണ്ട് 4 വേദങ്ങൾ, ശിക്ഷാനിരുക്തം, കൽപ്പം മുതലായിരിക്കുന്ന 6 വേദാംഗങ്ങൾ, ഇത് കൂടാതെ ഉപനിഷത്ത് ചിന്തകൾ, ഇതൊക്കെ 10-12 വർഷം ജീവിതത്തിലെ എല്ലാ സുഖഭോഗങ്ങളെയും മാറ്റിവെച്ച് ഗുരുകുലത്തിൽ ഗുരുവിനെ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് എത്രയെത്ര കാലം കൊണ്ട് നേടിയെടുക്കുന്നതായ അനുഭവങ്ങളെയാണ് നമ്മളിവിടെ 7 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും ക്യാമ്പ് നടത്തി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലെ പുരാതന ഗുരുകുലങ്ങളിലെ കരിക്കുലങ്ങളിൽ പെട്ട കാര്യങ്ങളെയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അപ്പം നമുക്ക് തുടർച്ചയായി നമുക്കതിനെ മാറ്റിവെക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മുടെ കാരണവന്മാർ ചില ചിട്ടകളൊക്കെ നമുക്ക് പകർന്നു തന്നു. ഭാഗവതം ഒരു 7 ദിവസം കൊണ്ട് കേൾക്കുക, ശിവപുരാണം ഒരു 12 ദിവസം കൊണ്ട് കേൾക്കുക, ദേവീഭാഗവതം ഒരു 9 ദിവസം കൊണ്ട് കേൾക്കുക, ഗണപതി പുരാണം ഒരു 6 ദിവസം കൊണ്ട് കേൾക്കുക, സ്കന്ദപുരാണം സുബ്രഹ്മണ്യൻ്റെ കഥയാണെങ്കിൽ ഒരു 6 ദിവസം കൊണ്ട് കേൾക്കുക, അല്ലേ? അപ്പം ഇത് കേട്ടിട്ട് മുഴുവൻ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അപ്പം ഇത് മനസ്സിലാവാൻ എന്ത് വേണം? നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാം മനസ്സിലായിട്ടൊന്നും അല്ലെങ്കിലും അതിൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഈ വരാഹമൂർത്തിയെ എന്താ ഇവിടെ വർണ്ണിച്ചത്? സൃക്തുണ്ടാസീത് ശ്രുവൈശനാസയോരിഡോദരേ ചമസ കർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തു തേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മുഖാഗ്രത്തിൽ സൃക്കാണ് കാണുന്ന. സൃക്ക് എന്ന് പറഞ്ഞാൽ യാഗത്തിൽ ദ്രവ്യങ്ങൾ ഹോമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ ഭഗവാന്റെ ശരീരത്തെ തന്നെ ഒരു യജ്ഞശാലയായിട്ടും ആ ഭഗവാന്റെ വരാഹമൂർത്തിയുടെ അംഗങ്ങളെ യജ്ഞശാലയിൽ ഉപയോഗിക്കുന്ന പ്രാശിത്രം മുതലായിരിക്കുന്ന ഓരോ യാഗപാത്രങ്ങൾ, ആ യാഗപാത്രങ്ങളായിട്ടും സങ്കല്പിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ് ഋഷീശ്വരന്മാർ. അപ്പോൾ ഋഷീശ്വരന്മാർക്ക് ആ ഭഗവാൻ ആരാണ്? യജ്ഞാദി കർമ്മങ്ങളെ കൊണ്ട് ഏതൊരു ഈശ്വരാനുഭവത്തിലേക്കാണോ എത്താൻ വേണ്ടി ക്രിയായോഗം പരിശീലിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ആ ക്രിയായോഗത്തിലൂടെ എത്തിച്ചേരുന്ന പ്രപഞ്ചത്തിൻ്റെ കാരണതത്വമാണ് വരാഹമൂർത്തി എന്നുള്ളത് കൊണ്ട് ഋഷീശ്വരന്മാർ ആ ഭാവത്തിൽ വരാഹമൂർത്തിയെ സ്തുതിച്ചു. അപ്പോൾ കാരണസൂകരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? വരാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമാണ്. യാഗയജ്ഞാദികളെ കൊണ്ട്, ആ ക്രിയകളെ കൊണ്ട് യാതൊരു അനുഭവമാണോ ആ ക്രിയകൾ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകൾക്കും ലോകത്തിനും പകർന്നു കൊടുക്കുന്നത്, ആ അനുഭവം പ്രപഞ്ചത്തിൻ്റെ കാരണ അനുഭവമാണ്. ആ കാരണമാകുന്ന പരബ്രഹ്മാനുഭവമാണ്. ആ അനുഭവത്തെയാണ് ഈ പുരാണങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ തന്നെ നൈമിശാരണ്യത്തിലെ തീർത്ഥഘട്ടത്തിൽ വെച്ച് സൂതശൗനകാദൃഷീശ്വരന്മാർ സ്തുതിച്ചത് എന്ത്? സത്യം പരം ധീമഹി എന്ന്, ജന്മാദ്യസ്യ യതഃ എന്ന്. ഈ പ്രപഞ്ചത്തിലെ ജനന മരണ ചക്രം തിരിക്കുന്നതായ യാതൊരു ശക്തി ചൈതന്യമുണ്ടോ ആ ശക്തിയെയാണ് ഇവിടെ സത്യമെന്ന് വിളിച്ചത്. ഉണ്ടായാൽ നിലനിൽക്കും, അത് നിലനിൽക്കേണ്ട കാലം വരെ നിലനിൽക്കും. അത് കഴിഞ്ഞാലോ അത് നശിക്കും, ഉറപ്പാണ്. നശിച്ചു കഴിഞ്ഞാലോ വീണ്ടും ഉണ്ടാവും. ഉണ്ടായത് തന്നെ നശിക്കുകയും നശിച്ചത് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നതായ മഹത്തരമായിരിക്കുന്ന ചലനങ്ങൾ അതൊരിക്കലും യാതൊരു തരത്തിലും താളം തെറ്റാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിലനിൽപ്പിന് കാരണമായിരിക്കുന്ന യാതൊരു തത്വമുണ്ടോ അതിനെയാണ് അവിടെ പരം, സത്യമായ പരം എന്ന് വിളിച്ചത്. ആ സത്യമായ പരം തന്നെയാണ് ആര്? കാരണസൂകരഹ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്, വേണ്ടേ? അപ്പോൾ കുട്ടികൾ ചോദിക്കും, ആ സത്യമായ പരത്തെ വേറെ ഏത് രീതിയിൽ പറഞ്ഞു തരാം? അതിന് വേദാന്തികളൊക്കെ പറയും, ഈ പ്രപഞ്ച സിദ്ധാന്തം, സൃഷ്ടി സിദ്ധാന്തത്തെക്കുറിച്ച് വേദാന്തികൾ പറയുന്നത് വിധായ ചെയ്കേകം ചതുർത്ഥ പ്രഥമം പുനഃ സ്വസ്വേതര ദ്വിതീയാംശ യോജനാത് പഞ്ചപഞ്ചത്തെ എന്ന പഞ്ചീകരണ പ്രക്രിയയിലൂടെയാണ് ശങ്കരാചാര്യരൊക്കെ ഇതിനെ വിശദീകരിച്ചത്. പ്രപഞ്ചം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എന്താ പ്രപഞ്ചം? മീമാംസാകാരന്മാരുടെ കർമ്മമീമാംസ, പൂർവ്വമീമാംസ, ഇങ്ങനെയൊക്കെ മീമാംസ പലതരത്തിലുണ്ട്. അത് കഴിഞ്ഞ് സാഖ്യയോഗം വേറെയുണ്ട്, അതിനി നിങ്ങൾ കേൾക്കും. ഓരോ സിദ്ധാന്തങ്ങൾ അനുസരിച്ചും പ്രപഞ്ച ആവിഷ്കാരം എങ്ങനെയാണ്, ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചത് എങ്ങനെയാണ് എന്നാണ് ഭാരതീയർ പറഞ്ഞു തന്നത്. അല്ലാതെ ഈശ്വരൻ അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് കല്ലും മണ്ണും ഒക്കെ എടുത്ത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്. ഈശ്വരൻ സ്വയം തന്നെ പ്രപഞ്ചമായി അതാ കൽപ്പിച്ചു. അതാണ് നാം. അപ്പോൾ ഞാനും നീയും അവനും ഇവനും അതും ഇതും എല്ലാം ഈശ്വരനാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മായമാത്മാ ബ്രഹ്മ സർവം കൽവിതമേവാഹം നാന്യതസ്തി സനാതനം എന്നിങ്ങനെയുള്ളതായ മഹത്തരമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നത് ഈ തത്വത്തെയാണ്.
അപ്പോൾ അതാണ് ഈ പ്രപഞ്ച സിദ്ധാന്തം അല്ലേ. അപ്പോൾ ഈ ദ്വിധാവിധായ ജൈകേകം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മീമാംസാകാരന്മാരെന്താ പറഞ്ഞത്? പഞ്ചഭൂതങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് ഈ പ്രപഞ്ചമുണ്ടായി എന്നാണ്. പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായത് കൊണ്ട് ഇതിനെ പ്രപഞ്ചം എന്ന് വിളിക്കുന്നു. പ്രപഞ്ചം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം പ്രകൃഷ്ടേണ പഞ്ചീകൃതമായത് എന്നാണ്. പ്രകൃഷ്ടേണ പഞ്ചീകൃതമായത് എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം, ജലത്തിൻ്റെ ഗുണമാണ് രസം, അഗ്നിയുടെ ഗുണമാണ് രൂപം, വായുവിൻ്റെ ഗുണമാണ് സ്പർശം, ഭൂമിയുടെ ഗുണമാണ് ഗന്ധവതി പൃഥിവി. അങ്ങനെ നോക്കുമ്പോൾ ശബ്ദ സ്പർശ രൂപരസഗന്ധാത്മകമായിരിക്കുന്ന അനുഭവം നമുക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ പ്രപഞ്ചം എന്ന് വിളിക്കാം. ഈ അനുഭവത്തിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അപ്പോഴും ഇത് പ്രപഞ്ചം തന്നെയാണ്. കാരണം കണ്ണില്ലാത്തവൻ കാണാതിരിക്കുന്നില്ല, ഉണ്ടോ? കണ്ണില്ലാത്തവന് സ്പർശവും ശബ്ദവും രുചിയും ഒക്കെ കാഴ്ചകളാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ജന്മനാ കണ്ണില്ലാത്ത ഒരാൾ സ്വപ്നം കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. സ്വയം ചോദിച്ച് മനസ്സിലാക്കുക. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു. അപ്പോൾ വരാഹം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? 5 തരത്തിലുള്ളതായ ശക്തികൾ കൂടിച്ചേർന്ന്, ആ ശക്തികൾ ആരാ? ഇത് ഭഗവാനിൽ നിന്ന് ഭിന്നമാണോ? അഗ്നി സ്വയം ഭഗവാനാണ്, ജലം സ്വയം ഭഗവാനാണ്, ആകാശം സ്വയം ഭഗവാനാണ് അല്ലേ, ഭൂമി സ്വയം ഭഗവാനാണ് അല്ലേ. അപ്പോൾ ഈ ഭൂമി ഉണ്ടാവുന്നതിന് മുമ്പ് മറ്റ് 4 തത്വങ്ങൾ ആയി ഭഗവാൻ സ്വയം തന്നെ വികസിപ്പിച്ച് ആകാശം, വായു, ജലം, അഗ്നി എന്നിങ്ങനെ തത്വങ്ങൾ കൂടിച്ചേർന്ന് 5ാമത്തെ തത്വമായിരിക്കുന്ന 5 അനുഭവങ്ങളോടുകൂടിയ ശബ്ദസ്പർശ രൂപരസാനുഭവങ്ങളാകുന്ന പ്രപഞ്ചമുണ്ടായി, ഭൂമി ഉണ്ടായി എന്ന തത്വത്തെ വളരെ മനോഹരമായി ഭഗവാൻ സ്വയം ഒരു അവതാര രൂപമെടുത്ത് ലീലയാടിക്കൊണ്ട് ഋഷീശ്വരന്മാർക്ക് പകർന്നു കൊടുത്തു. ഋഷീശ്വരന്മാർക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് അവർ സ്തുതിച്ചത് എങ്ങനെയാ? ഞങ്ങൾ ചെയ്യുന്ന ക്രിയകളിലൂടെ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവമായി കിട്ടുന്നത്, ജ്ഞാനയോഗത്തിലൂടെ ഞങ്ങൾക്ക് ഇതാണ് അനുഭവമായി കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയവർ ആ ജ്ഞാനയോഗത്തിൻ്റെ തത്വങ്ങളായി വരാഹമൂർത്തിയെ സ്തുതിച്ചു. അപ്പോൾ വരാഹം വം അപാത്മന ജലം കൽപ്പയാമി, രം അഗ്നിയാത്മന ദീപം കൽപ്പയാമി, ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി, അനുസ്വാരോ വായു എന്നിങ്ങനെയുള്ള തത്വത്താൽ വാ ഹ ര ഹ അനുസ്വാരം എന്നിങ്ങനെ 4 തത്വങ്ങൾ കൂടി ചേർന്ന് 5ാമത്തെ തത്വമായിരിക്കുന്ന ഭൂമി ഉണ്ടായി എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇതിൽ എന്നവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ട് നിങ്ങൾ ഈ വരാഹമൂർത്തിയുടെ സ്തുതി കൂടി ചൊല്ലിക്കൊടുക്കുക. സ്തുതിയിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞതായ അംഗങ്ങളെ വിശേഷിപ്പിച്ചതായ സൃക്ക് മുതലായിരിക്കുന്ന യാഗോപകരണങ്ങൾ, അത് യാഗത്തിന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ക്രിയായോഗത്തിൻ്റെ സിദ്ധാന്തങ്ങളിലൂടെയും ഈശ്വരാനുഭവം തന്നെയാണ് പകർന്നു തരുന്നത് എന്ന തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്രിയയാണ് സൃഷ്ടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സൃഷ്ടി ചെയ്യുന്നത് ബ്രഹ്മാവ് മാത്രമാണോ? ആണോ? അല്ല. പിന്നെ ആരാ സൃഷ്ടി ചെയ്യുന്നത്? ഞാനും നിങ്ങളും മരവും ഉറുമ്പും പാറ്റയും ആനയും തിമിംഗലവും ഒക്കെ സൃഷ്ടിയിൽ വ്യാപൃതരാണ്. നമ്മളൊക്കെ ബ്രഹ്മാവിനോട് ചേർന്ന് ഈ സൃഷ്ടി പ്രക്രിയയിൽ ഉൾച്ചേർന്നുകൊണ്ട്, ആ താളത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് ആ കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും വേർപെട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന തത്വം നമ്മൾ കേട്ടിട്ടുണ്ട്, കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ട്. ഭാഗവതം അത് പറഞ്ഞു തന്നതായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടിട്ടുള്ള ആ തത്വത്തെ ഒന്ന് വിശദീകരിക്കുകയാണ്. അത് അടുത്ത കഥ. ഈ വരാഹമൂർത്തിയാണ് പണ്ട് ഹിരണ്യാക്ഷനെ വധിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹിരണ്യാക്ഷനെ വധിച്ചത് ഈ വരാഹമൂർത്തിയാണോ? ആ കഥ എങ്ങനെയാണ് എന്ന് ചോദിച്ചു എന്നാൽ പറഞ്ഞു തരാം. ആരായി ഹിരണ്യാക്ഷൻ, ആരായി ഹിരണ്യകശിപു? 2 അസുരന്മാരാണ്. ഇവർ പണ്ട് ജയവിജയന്മാരെന്ന് പേരുള്ളതായ വിഷ്ണു പാർഷദന്മാരായിരുന്നു. വിഷ്ണു പാർഷദന്മാരെങ്ങനെയാണ് അസുരന്മാരായി ജനിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് പണ്ട് ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അരികത്തെത്തി ഒരു സങ്കടം പറഞ്ഞു. എന്താ സങ്കടം? ലോകത്ത് മുഴുവൻ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. അഗ്നി ജ്വലിച്ചത് കൊണ്ട് ഇരുട്ട് നിറയുമോ? ഇവിടെ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ജ്വലിച്ചത് അഗ്നിയാണോ? അത് അഗ്നി തന്നെയാണ്. എങ്ങനത്തെ അഗ്നിയാ? ഇരുട്ട് നിറയ്ക്കുന്ന ഒരു തരം അഗ്നി. അഗ്നി എന്ന വാക്കിന് നമ്മൾ കാണുന്ന വിളക്ക് കൊളുത്തുന്ന അഗ്നി എന്ന് മാത്രമല്ല അർത്ഥം. ലോകത്തിന് മുഴുവൻ ഇരുട്ട് കൊടുക്കുന്ന ഒരു അഗ്നിയുണ്ട്. ആ അഗ്നിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ആ അഗ്നി കാരണം ഇപ്പോൾ സൂര്യൻ തെളിയുന്നില്ല, ചന്ദ്രൻ തെളിയുന്നില്ല. എന്താണ് ബ്രഹ്മദേവ ഞങ്ങൾ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ നോക്കി, അത് വേറെ ആരുമല്ല, അത് ദിതിയുടെ പുത്രന്മാരായിട്ട് 2 പേര് ജനിച്ചിട്ടുണ്ട്. അതാരാ? ആ 2 പേര് യഥാർത്ഥത്തിൽ പണ്ട് ജയവിജയന്മാരായിരുന്നു. ഇപ്പോൾ ദിതിയിൽ 2 മക്കളായിട്ട് അവർ ജനിച്ചു. അത് ജനിക്കാൻ ഒരു കാരണം എന്താ? പല കാരണങ്ങളുണ്ട് ജനിക്കാൻ അല്ലേ. എന്തൊക്കെയാ കാരണം? ഒന്ന് പ്രാകൃതികമായ ഒരു കാരണമുണ്ട്, പിന്നെ കാലികമായ ഒരു കാരണമുണ്ട്, പിന്നെ ദൈവികമായ ഒരു കാരണമുണ്ട്. ഇങ്ങനെയുള്ള അനവധി കാരണങ്ങളാണ് ഈ ജനനത്തിൻ്റെ പിന്നിലുള്ളത്. ഒരു കാരണം എന്താ? ഈ ദിതിക്ക് തൻ്റെ ഭർത്താവായിരിക്കുന്ന കശ്യപനോട്
കാമം തോന്നിയത് സന്ധ്യാസമയത്താണ്. ആ സന്ധ്യാസമയത്ത് മൈഥുന പ്രക്രിയയിലൂടെ ജനിച്ചതുകൊണ്ട് ഇവർ താമസ പ്രകൃതികളായി, ആസുരീയ പ്രകൃതികളായി. അതൊരു കാരണം. അപ്പോൾ അതിൻ്റെ കഥ വിശദീകരിച്ച് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എന്തായാലും ഞാനത് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ചുരുക്കി പറയാം. 1-2 കാര്യങ്ങൾ പറയാം. പ്രധാനമായും ദിതി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് കശ്യപൻ്റെ അടുത്ത് ചെന്നപ്പോൾ കശ്യപൻ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. ഈ കാലം അത് ശ്രദ്ധിക്കണം. ഈ സമയം എന്ന് പറഞ്ഞാൽ ഏത് സമയമാണ്? പകലല്ല, രാത്രിയുമല്ല. പകലിൻ്റെ നാഥനായിരിക്കുന്ന സൂര്യദേവൻ, ആത്മകാരകനായിരിക്കുന്ന സൂര്യദേവൻ അതിൻ്റെ ശക്തിയൊക്കെ ക്ഷയിച്ച് മറ്റൊരു ദിക്കിലേക്ക് പോയ സമയമാണ്. മനസ്സിൻ്റെ, ബുദ്ധിയുടെ കാരകനായിരിക്കുന്ന മനസ്സിൻ്റെ കാരകനായിരിക്കുന്ന ഈ ചന്ദ്രനാകട്ടെ വേണ്ടതുപോലെ തൻ്റെ സ്വാധീനം ഈ പ്രപഞ്ചത്തിൽ വരുത്തി തുടങ്ങിയിട്ടുമില്ല. അങ്ങനെയുള്ള ഈ സമയത്തിന് ഗോധൂളിയാമം എന്നൊരു പേര് കൂടിയുണ്ട്. പശുക്കൾ ഇങ്ങനെ ദൂരത്ത് നിന്ന് വരുന്ന സമയത്ത് അതിൻ്റെ കുളമ്പടികളെ കൊണ്ട് ആകാശത്തിലേക്ക് പൊടിപടലങ്ങൾ ഉയരുന്ന സമയം എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിലെ സകല ചരാചരങ്ങളും അവരവരുടെ കൂട്ടിൽ വന്ന് സ്വയം എന്തിനെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ടോ എന്തിലേക്കൊക്കെയോ ചേർന്ന് നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയം മനുഷ്യന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ സമയം മൈഥുനം പാടില്ല, നിദ്ര പാടില്ല, ആഹാരം പാടില്ല. കാരണം എന്താ? മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ തോന്നിയ മാതിരി പല ദിക്കുകളിലേക്ക് കുതിക്കാൻ വിരളി കൊള്ളുന്നൊരു സമയമാണ്. ആ സമയത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭൂതാധിപനായിരിക്കുന്ന ശ്രീ പരമേശ്വരനാണ്. ആ പരമേശ്വരൻ തൻ്റെ ഭൂതജാലങ്ങളോടൊപ്പം ലോകം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ലോകം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്നതായ ജീവജാലങ്ങളെല്ലാവരും ഭയപ്പെട്ട് അവയവയുടെ കൂടുകൂട്ടി അല്ലെങ്കിൽ ചേർന്നിരുന്ന് ആ കാലം നീക്കുന്നു. മനുഷ്യൻ എന്ത് ചെയ്യണം? ആ സമയത്ത് മനുഷ്യൻ്റെ ബുദ്ധിയെ, ആത്മാവിനെ, മനസ്സിനെ, ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണത്തിലേക്ക് ബുദ്ധി ചേർത്ത് നിർത്തി വർത്തിക്കണം. അത് വിവേക ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടതാണ്. അങ്ങനെ അത് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യാതെ മൈഥുനം, ആഹാരം മുതലായിരിക്കുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാവരുത് എന്നാണ് പൂർവ്വകാലത്തിലെ ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദിതി ഇത് ചെയ്യരുത്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താറുണ്ടോ? ഒന്ന് കൈവക്കണം. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താറുള്ളവർ, വീഡിയോ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഇത് മാത്രം കട്ട് ചെയ്ത് ഇടരുത്. ഞാൻ പിന്നെ മുകളിൽ കയറും, താഴത്തേക്ക് ഇറങ്ങില്ല. ഇനി മേലാക്കാൻ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുത്. ഞാൻ പറഞ്ഞതല്ല, കാരണവന്മാർ പറഞ്ഞതാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുത്, അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കരുത് എന്നാണ്. കാരണം എന്താ? സന്ധ്യയ്ക്കല്ല വിളക്ക് കൊളുത്തേണ്ടത്, നേരത്തെ പറഞ്ഞ ഗോധൂളിയാമ സമയത്താണ്. പശുക്കൾ കുളമ്പടികൾ ആയി പൊടിപടലങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുന്ന സമയം എന്ന് വെച്ചാൽ പ്രകൃതി മുഴുവൻ സന്ധ്യയോട് അടുക്കുന്ന സമയം. അത് പ്രകൃതിയിലേക്ക് നോക്കി നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചിരുന്നു. ഇന്ന് നമ്മൾ ക്ലോക്കും വാച്ചും നോക്കി കണ്ടെത്തുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പേ വിളക്ക് കൊളുത്തണം. അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടി മാസാമാസം 1000, 2000 അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. സമയം കിട്ടുമ്പോൾ അവരുടെ അടുത്ത് പോയി ഇരുന്ന് അവരെ ശുശ്രൂഷിക്കണം എന്നാണ് കാരണവന്മാർ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളതായ സന്ധ്യയുടെ എല്ലാ വിപത്തുകളെക്കുറിച്ച് ആ സന്ധ്യാസമയത്ത് നമ്മൾ ഈശ്വര സേവയിലേക്ക് ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അപകടങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തിയിട്ടും വികാരം തടുക്കാനാവാതെ ദിതി വന്നപ്പോൾ കശ്യപൻ ചിന്തിച്ചത് എന്താ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദിതി വന്നു എങ്കിൽ ഇത് നിശ്ചയിച്ചത് ദിതിയല്ല, കാലപ്രേരിതമാണ്, കാലചോദിതമാണ് എന്ന് ചിന്തിച്ച് കശ്യപൻ ദിതിയുടെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയും ചെയ്തു, ഈ കാമത്തിൻ്റേതായിരിക്കുന്ന ആ ആസക്തി കഴിഞ്ഞതോടുകൂടി ദിതിക്ക് പിന്നെ താൻ ചെയ്തത് തെറ്റാണ് എന്നൊരു തിരിച്ചറിവുണ്ടായി. ഭർത്താവിൻ്റെ അടുത്ത് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ കശ്യപൻ പറഞ്ഞു, നീ പേടിക്കണ്ട, എന്തായാലും അരുതാത്തത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഫലം അനുഭവിച്ചേ പറ്റൂ. പക്ഷെ അത് കാലം നിശ്ചയിച്ച ഒരു കാര്യമാണെങ്കിൽ നമുക്കതിൽ സ്വയം നമ്മൾ അതിൻ്റെ എല്ലാ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം എവിടെ അർപ്പിക്കണം? ആ കാലത്തിലേക്ക് അർപ്പിക്കുക. അതുകൊണ്ട് ദിതി, നിനക്കുണ്ടാകുന്ന 2 പുത്രന്മാർ ഘോരരൂപികളാവും. അവർ ലോകത്തെ തപിപ്പിക്കുന്നവരായിത്തീരും. ഒടുവിൽ അവർ സാക്ഷാൽ നാരായണൻ്റെ കൈകളാൽ തന്നെ മൃതരായിത്തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദിതിക്ക് സന്തോഷമുണ്ടായി, സങ്കടമുണ്ടായി. എന്താ സന്തോഷം? 2 കുട്ടികളുണ്ടാവും എന്നുള്ളത് വലിയ സന്തോഷം അല്ലേ? പിന്നത്തെയോ അവർ ഘോരരൂപികളായിത്തീരും എന്നുള്ളതും മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്നുള്ളതും സങ്കടം. എന്നാൽ അവർ ഭഗവാന്റെ കൈകളെ കൊണ്ട് മരിക്കുമല്ലോ എന്നോർത്തപ്പോൾ അവർക്ക് മോക്ഷം കിട്ടുമല്ലോ എന്ന സന്തോഷം. ഇത് ഈ പറയുന്ന ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ജനിച്ചു എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ പറയുകയാണ്. അവർ ജനിക്കാനുള്ള മറ്റൊരു കാരണം, ഈശ്വരീയമായ കാരണം. ദിതിക്ക് ഇങ്ങനെ സന്ധ്യാസമയത്ത്, ദിതി ആരാ? നിസാരക്കാരിയാണോ? ആരാ ദിതി?
സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി, ആ കൽപ്പനകൾ, ഭഗവാന്റെ കൽപ്പന എന്താണോ ആ കൽപ്പനയെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന തത്വങ്ങളായി സൃഷ്ടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാനസപുത്രന്മാരുണ്ടായി, ബ്രഹ്മാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് നാരദ മഹർഷി ഉണ്ടായി, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് രുചി പ്രജാപതി ഉണ്ടായി, ബ്രഹ്മാവിൻ്റെ വലതുകാലിലെ തള്ളവരിൽ നിന്ന് ദക്ഷ പ്രജാപതി ഉണ്ടായി, ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് കർദമ പ്രജാപതി ഉണ്ടായി, ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി അത്രി, പുലഹൻ, പുലസ്ത്യൻ, ക്രതു മുതലായിരിക്കുന്ന സപ്തർഷി വൃന്ദങ്ങളുണ്ടായി. അങ്ങനെയുള്ളതായ ആ ബ്രഹ്മദേവൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിക്ക് 60 കന്യമാരുണ്ടായ 60 കന്യമാരിൽ 13 പേരെ ദിതി, അതിഥി, അല്ലേ, കദ്രു, വിനത മുതലായിരിക്കുന്ന, ക്രോധ മുതലായിരിക്കുന്ന ആ 13 കന്യമാരെ വിവാഹം കഴിച്ചത് കശ്യപ പ്രജാപതിയാണ്. അതിവിടെ ദിതി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല. പ്രജാപതിയായ ദക്ഷനെ തന്നെ, കശ്യപനെ തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കുമെന്ന് ദക്ഷ പ്രജാപതിയോട് പറഞ്ഞപ്പോൾ അച്ഛൻ സന്തോഷത്തോടു കൂടിയാണ് അങ്ങയുടെ കൈകളിൽ ഞങ്ങളെ ഏൽപ്പിച്ചത് എന്ന് ദിതി അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിസാരക്കാരിയല്ല ഈ ദിതി. അങ്ങനെയുള്ള ദിതി അവിടെ ഈ കശ്യപനെ സമീപിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യമുള്ളൂ, സപത്നികളൊക്കെ അവരുടെ മക്കളോടുകൂടി സുഖമായി ഇരിക്കുന്നു. അത് കണ്ടിട്ട് സഹിക്ക വയ്യാതെയാണ് ദിതി എനിക്കൊരു മകനുണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി മൈഥുനത്തിന് വന്നത്. അപ്പോൾ കാമപൂർത്തിയല്ല അവിടെ പ്രധാനം, കാമപൂർത്തി തന്നെ, എന്നാൽ ശാരീരികമായിരിക്കുന്നതായ മൈഥുനവൃത്തി കൊണ്ട് തൃപ്തി വന്നില്ല ദിതിക്ക്. പകരം അതിൽ നിന്നുണ്ടാവുന്ന മക്കൾ തൻ്റെ സപത്നികളുടെ മക്കൾക്ക് ദ്രോഹം ചെയ്യുന്നവരായി തീരണമെന്ന് ആഗ്രഹിച്ചു. ഈ മാനസികമായിരിക്കുന്ന തമോനിലയാണ് ഈ ആസുര സ്വഭാവങ്ങൾ ഉണ്ടാകാൻ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദിതി അത്ര നിസ്സാരക്കാരിയല്ല, അറിവുള്ളവളാണ്. എന്നിട്ടും അതിന് പ്രേരിതയായിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ കാരണത്തെയാണ് സനകാദികളുടെ ശാപമായിട്ട് വിശദീകരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ആ ശാപം പറയുമ്പോഴേക്കും ഞാൻ നിർത്തും. ബാക്കിയുള്ളവരാരാണെന്ന് വെച്ചാൽ പറയണം. എന്തായാലും സനകാദി ഋഷീശ്വരന്മാരെ ബ്രഹ്മാവ് പറയുന്ന കഥയായിട്ടാണ്, നിങ്ങൾ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കഥയുടെ അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. അതിൻ്റെ ഉത്തരം തേടി എൻ്റെ പിന്നാലെ വരികയും വരുത്. അപ്പോൾ എന്തായാലും ഈ സനകാദി ഋഷീശ്വരന്മാരെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് നടക്കുന്ന സമയത്താണ് വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിൽ നൈശ്രേയസം എന്ന് പേരുള്ളതായ മനോഹരമായിരിക്കുന്ന ഉദ്യാനത്തിലേക്ക് അവർ പ്രവേശിച്ച സമയത്ത് ഈ നൈശ്രേയസം എന്ന ഉദ്യാനത്തിൽ അനവധി കാഴ്ചകൾ അവർ കാണുകയാണ്. വൈകുണ്ഠത്തിൻ്റെ മനോഹാരിത മുഴുവൻ വർണ്ണിക്കുന്നതായ ശ്ലോകങ്ങളാണ് അവിടെ നമ്മൾ കാണുക. ഇത്രയും മനോഹരമായിരിക്കുന്ന വൈകുണ്ഠം, ആ വൈകുണ്ഠത്തിലെ 7 കവാടങ്ങൾ, ഓരോ കവാടങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ എല്ലാ തരത്തിലുമുള്ളതായ ജീവജാലങ്ങളെയും കാണുന്നുണ്ട്. ഹംസങ്ങളുണ്ട്, തത്തകളുണ്ട്, മൈനകളുണ്ട്. അവിടെ വിടർന്നു നിൽക്കുന്നതായ താമരപ്പൂക്കളിൽ തേൻ കുടിച്ച് ഇങ്ങനെ മത്തരായി ചുറ്റുന്നവരായിരിക്കുന്ന ഭ്രമരങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്, അപ്പോൾ നമുക്ക് മാത്രമല്ല വൈകുണ്ഠം, അല്ലേ, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വൈകുണ്ഠം കിട്ടിയിട്ടുണ്ട്. വൈകുണ്ഠത്തിൽ ഉദ്യാനങ്ങളിലല്ലേ ഇവരെയൊക്കെ വിഹരിക്കുന്നതായിട്ട് വർണ്ണിച്ചിട്ടുള്ളത്. അങ്ങനെ കടന്നു ചെന്ന് 7ാമത്തെ കവാടത്തിൻ്റെ അവിടെ എത്തിയപ്പോഴതാ കണ്ണും തുറപ്പിച്ച് ഉഗ്രസ്വരൂപികളായിട്ടുള്ള കുറേ ആൾക്കാർ, 2 പേരാണ് അതിൽ പ്രധാനമായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. ഇവരെ കണ്ടപ്പോൾ തന്നെ സനകാദി ഋഷീശ്വരന്മാർക്ക് തോന്നി ഇവരുടെ ഭാവഭാവാദികൾ, ശരീരഘടന ഇതൊക്കെ പ്രതിരോധശീലന്മാരാണ്, പ്രതികൂലശീലന്മാരാണ്. ഈശ്വരൻ്റെ സ്വഭാവത്തിൻ്റെ വിപരീത സ്വഭാവമുള്ള ആളുകളാണ് ഇവർ. ഈശ്വരൻ്റെ സ്വഭാവം എന്താ? കാരുണ്യമാണ്, അല്ലേ, സമാധി ഗുണമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ നേരെ വിപരീതം കാണിക്കുന്നവരാണ് ഇവർ എന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. കണ്ണിങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ് സനകാദികളെ. അപ്പോൾ ഈ സനകാദികൾക്ക് കാമാനുജനുണ്ടായി എന്നാണ് അവിടെ വർണ്ണിക്കുന്നത്. ഇപ്പം കാമാനുജൻ, എങ്ങനെ ഈ കാമാനുജൻ ഉണ്ടായത്? ആരാ ഈ കാമാനുജൻ? കാമത്തിൻ്റെ അനുജനാണ് കാമാനുജൻ, അല്ലേ. കാമത്തിൻ്റെ അനുജൻ ആരാ? അപ്പം നിങ്ങൾ സൃഷ്ടിപ്രകരണം വീണ്ടും ഓർമ്മിക്കണം. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരുണ്ടായി? ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ആരുണ്ടായി? ബ്രഹ്മാവിൻ്റെ വലതുകാലിലെ പെരുവിരിൽ നിന്ന് ദക്ഷപ്രജാപതി ഉണ്ടായില്ലേ? ഇങ്ങനെയൊക്കെ ഓർമ്മിച്ച് എന്ത് ഓർമ്മിക്കണം? ആ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി, സൂര്യനിൽ നിന്ന് പകലുണ്ടായി, ചന്ദ്രനിൽ നിന്ന് രാത്രി ഉണ്ടായി എന്നൊക്കെ ഭാവനാ സങ്കല്പങ്ങളാണ്. ദേവന്മാരുണ്ടായി, അസുരന്മാരുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പകലും രാത്രിയും കൂടിയതായ ഒന്നുണ്ടായി. അതെന്താ? അത് സന്ധ്യയുണ്ടായി കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത ദേഹത്തിൽ നിന്ന് ഉണ്ടായതാണ് കാമൻ. അപ്പോൾ സന്ധ്യ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് കാമൻ ഉണ്ടായത്. കാമൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ തിരുനെറ്റിയിലെ പുരികക്കൊടിയിൽ നിന്ന് രുദ്രനുണ്ടായത്. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ ഓരോ ആളുകളും കഥകളിങ്ങനെ പറഞ്ഞ്
പല ദിക്കുകളിലേക്ക് കഥകൾ വ്യാപിച്ച് പറഞ്ഞവർ നിന്ന് കേട്ടവർ വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ കഥ എന്തായി? ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന സമയത്ത് ബ്രഹ്മാവതാ സന്ധ്യയെ സൃഷ്ടിച്ചു. സന്ധ്യയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് കാമനുണ്ടായി. കാമമുണ്ടായ ബ്രഹ്മാവ് സന്ധ്യയുടെ പിന്നാലെ പോയി എന്നായി കഥ, അല്ലേ? സത്യത്തിൽ ഇതിൻ്റെ ക്രമം പറഞ്ഞതാണ്. ക്രമം പറയുമ്പോൾ അതിൻ്റെ ഒരു വർണ്ണന പറഞ്ഞതാണ്. വർണ്ണനയിലോ ഈശ്വരന്മാർക്കുണ്ടോ? ഭാര്യ, ഭർത്താവ്, അച്ഛൻ, മകൻ, സഹോദരൻ, സഹോദരി എന്ന ബന്ധങ്ങൾ വല്ലതും ഈശ്വരന്മാർക്കുണ്ടോ? ഇല്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ബ്രഹ്മാവിൻ്റെ ഭാര്യ സരസ്വതി, മഹാവിഷ്ണുവിൻ്റെ ഭാര്യ മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രം. മഹാലക്ഷ്മി ആരാണെന്ന് മനസ്സിലാവണമെങ്കിൽ ശങ്കരാചാര്യര് ആ മുത്തശ്ശിയുടെ മുമ്പിൽ നിന്ന് ഒരു ഉണക്കനെല്ലിക്ക വാങ്ങിയിട്ട് പാടിയതായ സ്തോത്രമുണ്ട്. അതിങ്ങനെ നിങ്ങൾ ദിവസവും ചൊല്ലി മനനം ചെയ്യണം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാര. അപ്പോൾ മനസ്സിലാവും ആരാ മഹാലക്ഷ്മി എന്ന്, അല്ലേ? സരസ്വതി ആരാന്ന് മനസ്സിലാക്കണം. മാണിക്യ വീണാമുപലാളയന്തീം. സരസ്വതിയുടെ സങ്കല്പം മനസ്സിലാവുമ്പോഴേ നമുക്ക് ഈ സൃഷ്ടിപ്രകരണത്തിലെ ഈ തത്വങ്ങളുടെ ശരിയായ അർത്ഥങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇങ്ങനെ അതിമഹത്തരമായിരിക്കുന്ന സൃഷ്ടിപ്രക്രിയയിലെ കാമൻ്റെ അനുജനായി വർണ്ണിക്കുന്ന രുദ്രനുണ്ടായി. രുദ്രൻ്റേതായിരിക്കുന്നതായ ആ ഒരു ആജ്ഞ ഈ സനകാദി ഋഷീശ്വരന്മാരിലൂടെ ഉണർത്തി. ഋഷീശ്വരന്മാരുടെ ഹൃദയപത്മത്തിൽ നിന്നും ഉണർന്നൊഴുകിയത് അത് ശാപവാക്കുകളായിട്ടാണ്. ഈ ശാപവാക്കുകൾ എന്താ? നിങ്ങളിവിടെ ഈ വൈകുണ്ഠത്തിൽ വസിക്കാൻ യോഗ്യരല്ല, നിങ്ങൾ ഭൂമിയിൽ പോയി ജനിക്കൂ എന്നാണ് സനകാദി ഋഷീശ്വരന്മാർ ശപിച്ചത്. ഈ സനകാദി ഋഷീശ്വരന്മാരുടെ ശാപം കിട്ടിയതും ജയവിജയന്മാർ എന്ത് ചെയ്തു? തൊഴുതു. ഋഷീശ്വരന്മാരുടെ കാൽക്കൽ വീണു. 5 വയസ്സാണ് ആ ഋഷിമാർക്ക്. എപ്പോഴും കുമാരന്മാരാണ്. സനന്ദൻ, സനാതനൻ മുതലായിരിക്കുന്ന ഈ 4 പേർക്ക് അതെന്താ എപ്പോഴും കുമാരന്മാരായി ഇരിക്കാൻ കാരണം? ബ്രഹ്മാവ് ഇവരെയൊക്കെ സൃഷ്ടിച്ച് തന്നെ സൃഷ്ടിയിൽ സഹായിക്കാനാണ്. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായതും എന്തിനാണ്? ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ചേർന്ന് നിൽക്കാനാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയിൽ എന്നെ സഹായിക്കണം എന്ന് സനകാദികളോട് പറഞ്ഞപ്പോൾ സനകാദികൾ പറഞ്ഞു ഞങ്ങൾ ഊർധ്വരേതസ്സുകളാണെന്ന്. അപ്പം ബ്രഹ്മാവിന് ദേഷ്യം വന്നു. നിങ്ങൾ എന്നെ ധിക്കരിച്ചു അല്ലേ, അതുകൊണ്ട് നിങ്ങളെപ്പോഴും അപൂർണന്മാരായിരിക്കട്ടെ എന്ന് ശപിച്ചു എന്നാണ് കഥ പറയുന്നത്. അപൂർണത്വം എന്ന് പറഞ്ഞാൽ എന്താ? അപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗമാരം വരെയുള്ളൂ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടില്ല, യൗവനവും ഇല്ല, വാർദ്ധക്യവും ഇല്ല എന്നർത്ഥം. അതിന് പിന്നെയും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം എന്തായാലും അങ്ങനെ എപ്പോഴും കുമാരന്മാരായിരിക്കുന്നതായ ഇവര് ശപിച്ചു എന്ന് പറയാൻ ശ്രീശുക ബ്രഹ്മർഷിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി എന്തെന്ന് പറഞ്ഞത്? ഈ അവരെ കാമാനുജനുണ്ടായി എന്ന വാക്കുകൊണ്ട് അതിനെ സൂചിപ്പിച്ചത്. ആ കാമാനുജൻ പറഞ്ഞത് എന്താ? ആ കാമാനുജ ഭാവത്തോടു കൂടി സനകാദികൾ പറഞ്ഞത് എന്താ? നിങ്ങൾ വൈകുണ്ഠത്തിൽ വസിക്കേണ്ടവരല്ല, ഭൂമിയിൽ പോയി ജനിക്കണം എന്നാണ്. അങ്ങനെയാണ് ജയവിജയന്മാർ ഭൂമിയിൽ പോയി ജനിക്കുന്നത്. അവിടെ മറ്റൊരു രംഗം കൂടി വർണ്ണിക്കുന്നുണ്ട്. സാക്ഷാൽ ഭഗവാൻ ഈ ബഹളമൊക്കെ കേട്ട് പുറത്തേക്ക് വരികയാണ്. ജയവിജയന്മാർ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഈ ശാപത്തിന് യോഗ്യര് തന്നെയാണ്. നിങ്ങളെപ്പോലെയുള്ള മഹാനുഭാവന്മാർ വന്നപ്പോൾ ഞങ്ങൾ വേണ്ടതുപോലെ പരിചരിച്ചില്ലല്ലോ, മാത്രമല്ല പ്രതികൂലിക്കുകയല്ലേ ചെയ്തത്, അല്ലേ? നമുക്കും പലപ്പോഴും തോന്നാറുണ്ട്, ഗുരുവായൂർക്കും അവിടേക്കും എവിടേക്കൊക്കെ പോകുമ്പോൾ നടക്കി നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ട് നീങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലതും തോന്നും, അല്ലേ? ആ തോന്നണ പോലെ തന്നെയാണ് സനകാദികൾക്കും തോന്നിയത് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഭൃത്യന്മാർ പറയുന്നത് എന്താ? നിങ്ങൾ ഈ പറഞ്ഞ ശാപം അത് ഏൽക്കാൻ ഞങ്ങൾ യോഗ്യര് തന്നെയാണ്, എങ്കിലും ഞങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ജനിക്കാം. പക്ഷേ ഞങ്ങൾക്ക് എവിടെ ജനിച്ചാലും ഭഗവാനെക്കുറിച്ചുള്ളതായ സ്മരണ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കണേ എന്നാണ് ആ ഭൃത്യന്മാർ പ്രാർത്ഥിച്ചത്. ഈ ബഹളമൊക്കെ കേട്ട് പുറത്തേക്ക് വന്നതായ ഭഗവാൻ സനകാദി ഋഷീശ്വരന്മാരെ നോക്കി പറഞ്ഞ വാക്കുകൾ അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന, നമ്മൾ വേണ്ടതുപോലെ മനനം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് ഭഗവാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം? ഒന്ന്, എൻ്റെ ഭൃത്യന്മാരെ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ നിങ്ങൾ ശപിച്ചത് നന്നായി. കാരണം അവർ ചെയ്ത തെറ്റിന് നിങ്ങൾ അവരെ ശിക്ഷിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭൃത്യന്മാരെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിൻ്റെ ഫലം പ്രഭുക്കന്മാരും അനുഭവിക്കണം. അതാണ് ലോകത്തിൻ്റെ സ്വഭാവം, ധർമ്മം അതാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഭൃത്യന്മാർ തെറ്റ് ചെയ്തിട്ട് അവരെ വേണ്ടതുപോലെ തിരുത്തിയില്ലെങ്കിൽ അത് ആർക്കുള്ള അകീർത്തിയായി മാറും? എനിക്കുള്ള അകീർത്തിയായി മാറും. അപ്പം എൻ്റെ അകീർത്തി ഇല്ലാതാക്കാൻ എൻ്റെ ഭൃത്യന്മാരെ വേണ്ടതുപോലെ ശാസിച്ചു നിങ്ങൾ, അത് നന്നായി. കാരണം ബ്രാഹ്മണന്മാർ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന നിങ്ങളുടെ മുഖത്ത്
ആ വന്നു ചേരുന്ന നിങ്ങൾക്ക് തരുന്നതായ അർച്ചനകളും അർപ്പണങ്ങളും ഉണ്ടല്ലോ, അന്നദാനാദികൾ, അതൊക്കെയാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നത്. യാഗാദികളിൽ എത്രയെത്ര കവിസർപ്പിച്ചാൽ പോലും ഞാൻ ചിലപ്പോൾ സന്തോഷിച്ചു എന്ന് വരില്ല. പക്ഷേ അന്നദാനാദികളെ കൊണ്ട് ബ്രഹ്മജ്ഞാനികളായ ആളുകൾക്ക് കൊടുക്കുന്ന തർപ്പണമുണ്ടല്ലോ, ആ തർപ്പണമാണ് എനിക്കേറ്റവും പ്രിയപ്പെട്ടത് എന്നാണ് ഭഗവാൻ അവിടെ അരുളി ചെയ്യുന്നത്. അപ്പം ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കുന്നതാണ് എനിക്കേറ്റവും സന്തോഷം എന്ന് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു പറയുന്നു. ഇതിനെ വ്യാഖ്യാനിക്കാൻ നമ്മളെപ്പോലെയുള്ളതായ ആളുകൾ വളരെയധികം ഈശ്വരീയമായിരിക്കുന്ന ഭാവത്തോടുകൂടി ഇതിനെ ചേർന്ന് നിന്നുകൊണ്ട് അതിനെ സ്വീകരിക്കുമ്പോൾ ഭാഗവതാദി പുരാണങ്ങളെ മുഖം തിരിച്ച് ആ പുരാണങ്ങളെ നിഷേധാത്മകമായ ഭാവത്തോടു കൂടി വ്യാഖ്യാനിക്കുന്നവരെ എടുത്തു പറയുന്ന ചില കാര്യങ്ങളാണ്. വിഷ്ണുവായാലും ശിവനായാലും ശ്രീരാമനായാലും ഇവരെയൊക്കെ ബ്രാഹ്മണരെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഈശ്വരന്മാരാണ് എന്ന് പറയുന്ന ഒരു ആധുനിക കാല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ബ്രാഹ്മണൻ എന്ന വാക്കിനെക്കുറിച്ച് എന്താ വ്യാസഭഗവാൻ പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. ആരാ ബ്രാഹ്മണൻ? ഏന കേനജിദാച്ഛന്ത ഏന കേനജിദാശിന എത്ര ക്വചനശായീച തം ദേവാ ബ്രാഹ്മണോ വിദു. നിരാശിഷം അനാരംഭം നിർനമസ്കാരപൂർവകം. ബ്രാഹ്മണനെ കുറിച്ച് പറയുന്നതാണ്. ആരാണ് ബ്രാഹ്മണൻ? ഏന കേനജിദാച്ഛന്ത, എന്തെങ്കിലുമൊക്കെ എടുത്ത് നാണം മറയ്ക്കുന്നത്. നിങ്ങളൊക്കെ വസ്ത്രം എടുത്തിട്ടില്ലേ? എന്തിനാ വസ്ത്രം എടുത്തിരിക്കണേ? എന്തിനാ വസ്ത്രം എടുത്തിരിക്കണേ? നാണം മറിക്കാനാണോ? നാണം മറിക്കാനാണെങ്കിൽ വല്ല ചാക്കോ കടലാസോ ഒക്കെ എടുത്ത് മറിച്ചാൽ പോരെ? നമ്മൾ തുണിക്കടയിൽ പോയാൽ പോലും ചെന്ന് ചോദിക്കുന്ന വെറൈറ്റി ഉണ്ടോ എന്നാണ്. അപ്പം നമ്മുടെ വസ്ത്രധാരണത്തിലൂടെ എന്താണ്? എൻ്റെ വസ്ത്രധാരണത്തിലൂടെ ഞാൻ എൻ്റെ കുലം, എൻ്റെ ജാതി, എൻ്റെ ധർമ്മം, എൻ്റെ ജോലി, എൻ്റെ വ്യക്തിത്വം, എൻ്റെ ആശയം, എൻ്റെ ആദർശം, ഇതിനെയെല്ലാം വ്യക്തമാക്കുന്നതാണ് എൻ്റെ വസ്ത്രധാരണം. അല്ലാതെ ടൈയും കോട്ടും ഒരു കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മള്ളിയൂര് ഈ യജ്ഞവേദിയിൽ വന്ന് പ്രഭാഷണം പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലി ഓടിക്കില്ലേ? ഇവിടെ കയറാൻ സമ്മതിക്കോ? ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, ജാതി, മതം, നമ്മുടെ ചിന്തകൾ, ദർശനങ്ങൾ, ഇതൊക്കെ നമ്മുടെ വേഷത്തിലുണ്ട്. അഹം, നമ്മുടെ അഹത്തെ വ്യക്തമാക്കുന്നതാണ് നമ്മുടെ വേഷം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ബ്രാഹ്മണരോ ഏന കേനജിദാച്ഛന്ത ഏന കേനജിദാശിന, യാതൊരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉടുത്ത് നാണം മറയ്ക്കുന്നവരെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവർക്ക് നാണം ഉണ്ടായിട്ടല്ല, ഒന്നും ഇടാണ്ട് നടന്ന് ബാക്കിയുള്ളവർക്ക് നാണക്കേട് ഉണ്ടാവരുത് എന്ന് വിചാരിച്ച്, എന്നെ കൊണ്ട് ആർക്കും ശല്യം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മറിച്ച് നടക്കുന്നവർ എന്നാണ് അർത്ഥം. ഇനി ഏന കേനജിദാച്ഛന്ത ഏന കേനജിദാശിന, നമ്മളൊക്കെ എന്തിനാ ഭക്ഷണം കഴിക്കുന്നേ? വിശപ്പ് മാറാനാണോ? ഇനിയിപ്പോൾ എന്ത് ചോദിച്ചാലും മിണ്ടില്ല. നമ്മൾ വിശപ്പ് മാറാനാണോ ഭക്ഷണം കഴിക്കുന്നത്? വിശപ്പ് മാറാൻ മാത്രമല്ല, നമ്മുടെ നാക്കിൻ്റെ രുചിഭേദങ്ങളിൽ കുടുങ്ങിക്കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? നാവിൻ്റെ രുചികൾ, അതിനെ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിലുമുണ്ട് നമ്മുടെ ജാതി, നമ്മുടെ മതം, നമ്മുടെ ദേശം, നമ്മുടെ കാലം, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആശയം, നമ്മുടെ ആദർശം, അല്ലേ? എറണാകുളത്തെ സാമ്പാറല്ല തൃശ്ശൂരത്തെ സാമ്പാർ, തൃശ്ശൂരത്തെ സാമ്പാറല്ല കണ്ണൂരത്തെ സാമ്പാർ, അവിടുത്തെ സാമ്പാറല്ല തിരുവനന്തപുരത്തെ സാമ്പാർ. ഇവിടെയുള്ള പുളിയിഞ്ചി അങ്ങോട്ട് പോകും തോറും ഇഞ്ചൻ പുളിയാവും. ദേശം, കാലം, അതിനൊക്കെ അപ്പുറം ഇനി ജാതി പറഞ്ഞാൽ ഞാൻ ജാതി പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓരോ ജാതിയിലും അവരവരുടേതായിരിക്കുന്ന അടുക്കളയുടെ സ്വഭാവമുണ്ട് അവരവരുടെ ഭക്ഷണത്തിന്. അപ്പോൾ എല്ലാറ്റിനും ഭക്ഷണത്തിനും ഈ ഭേദബുദ്ധിയുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പ് മാറാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? നമ്മുടേതായ ഈ അഹത്തെ വ്യക്തമാക്കുന്നതാണ് നമ്മുടെ ഭക്ഷണം. പക്ഷേ ഒരു ബ്രാഹ്മണൻ അങ്ങനെയല്ല. അവൻ്റെ ശരീരം നിലനിൽക്കണം, അതിനുവേണ്ടി മാത്രം. എന്തിനാ ശരീരം നിലനിൽക്കണേ? ധർമ്മം, അല്ലേ? അത് വേണ്ടതുപോലെ ചെയ്ത് തീർക്കുന്നത് വരെ ഇവിടെ ജീവിച്ചല്ലേ പറ്റൂ, ജനിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം അവസാനിക്കാൻ തീരുമാനിക്കേണ്ടത് ആരാണ്? ജനിച്ചത് നമ്മുടെ ഇഷ്ടത്തിനാണോ? അച്ഛാ അമ്മേ എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞ് അപ്ലിക്കേഷൻ കൊടുത്ത് ജനിച്ചവരാണോ ആരെങ്കിലും? ആണോ? അല്ലല്ലോ. നമ്മളൊക്കെ ജനിച്ചു. നമ്മുടെ അച്ഛനമ്മമാർ ആഗ്രഹിച്ചിട്ടുണ്ടോ നമ്മൾ ജനിക്കണമെന്ന്? ഉണ്ടോ? ഇല്ലല്ലോ. ദമ്പത്യോ പ്രാണസംശ്രയാത് ആനന്ദഗ്രന്ഥിരേകോയം അപത്യമിതി കഥ്യതേ. ഒരാണും പെണ്ണും കൂടിച്ചേർന്നു അവർക്ക് സന്തോഷത്തിന് വേണ്ടി. ആ സന്തോഷം എന്തായി? അവരുടെ രണ്ടുപേരുടെയും സന്തോഷം അവരുടെ ശരീരത്തിലൂടെ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിനെ ആനന്ദകണിക എന്ന് വിശേഷിപ്പിച്ചു. ഇനി നിങ്ങൾ സാഖ്യയോഗം കേൾക്കുമ്പോൾ വളരെ മനോഹരമായി 3-ാമത്തെ സ്കന്ധത്തിൽ 25-ാമത്തെ അധ്യായം മുതൽ 8 അധ്യായങ്ങളിലൂടെ വളരെ മനോഹരമായി ഈ ജീവൻ്റെ ഗതിയെ നിങ്ങൾ കേൾക്കും. അപ്പം നമ്മൾ ആരും ജനിച്ചത് നമ്മുടെ ഇഷ്ടത്തിനോ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിനോ അല്ല. പിന്നെ ആരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ജനിച്ചത്? നിങ്ങളൊക്കെ ശ്വസിക്കുന്നുണ്ടോ? എന്താ?
ഒന്ന് നോക്കൂ, ഉണ്ടല്ലോ അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്വസിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയാണോ? നമുക്ക് വേണ്ടിയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവണം. ഇന്ന് ഞാൻ ശ്വസിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. ഇല്ലല്ലോ. അയ്യോ, കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്വസിക്കാൻ മറന്നു, പറയുമോ വല്ലവരും? അടുത്ത ആഴ്ച എൻ്റെ ഹൃദയം ഒന്ന് വിശ്രമിപ്പിക്കാം, കുറച്ച് ദിവസം ഹൃദയം മിടിക്കണ്ട, പറ്റുമോ? ഇല്ലല്ലോ. എന്നോ ഏതോ ആശുപത്രിയുടെ മരുന്നിൻ്റെ ഗന്ധം വഴിയുന്നതായ മുറിയിൽ, അല്ലെങ്കിൽ ഏതോ വീടിൻ്റെ ചായ്പിൽ നിങ്ങൾ ഉറക്കെ കരയുന്ന ഒരു അമ്മയുടെ ശബ്ദത്തെ പോലും കേൾക്കാൻ നിൽക്കാതെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണ്. 9 മാസവും കുറച്ച് ദിവസവുമായപ്പോൾ പ്രസൂനവായുവിലൂടെ പുറത്തേക്ക് വന്നതായ നമ്മൾ ഉറക്കെ ഒരു കരച്ചിൽ കരഞ്ഞു, ഇല്ലേ? കരഞ്ഞില്ലേ എല്ലാവരും? കരഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കാലിപ്പിടിച്ച് തലകീഴായി തൂക്കിപ്പിടിച്ച് സിസ്റ്റർ 2 അടിയടിക്കുക, അപ്പം നിങ്ങൾ കരയും. ആ കരഞ്ഞ നിമിഷത്തിൽ തുടങ്ങിയതാണ് നിങ്ങളുടെ ഹൃദയം മിടിക്കാൻ, അന്ന് തുടങ്ങിയതാണ് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം. എന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ഞാൻ എനിക്ക് വേണ്ടിയാണ് ശ്വസിക്കുന്നത്, എൻ്റെ ഹൃദയം എനിക്ക് വേണ്ടിയാണ് മിടിക്കുന്നതെന്നോ? അത് ശരിയല്ല. ആണോ? നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ ഹൃദയം മിടിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മൾ ജനിച്ചതുപോലും നമുക്ക് വേണ്ടിയല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു വേണ്ടി എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് സനകാദി ശാപത്തിൻ്റെ ഈ കഥ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാറ്റിനും ഒരു കാരണമുണ്ട്. ആ കാരണത്തെയാണ് ബ്രാഹ്മണൻ അറിയുന്നത്. അതറിഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ജനിച്ചു കഴിഞ്ഞു, ഇനി ഇത് നിലനിൽക്കണം. എന്താണോ ജനിക്കാൻ കാരണമായത് ആ കാരണം തന്നെ ഈ ശരീരത്തിൻ്റെ എല്ലാ പരിണാമങ്ങൾക്കും കാരണമായിരിക്കുന്നു, ഈ ശരീരത്തിൻ്റെ അവസാനത്തിനും കാരണമായിരിക്കുന്നു. ആ തത്വത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് അഹമില്ല, ഭേദബുദ്ധിയില്ല. ആ ഭേദബുദ്ധി ഇല്ലാത്തവരെയാണ് ബ്രാഹ്മണൻ എന്ന് ഭഗവാൻ ഇവിടെ വിളിച്ചത്. അങ്ങനെയുള്ളവരാണ് സനകാദൃഷീശ്വരന്മാർ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ബ്രാഹ്മണരായ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഭൃത്യന്മാരിലൂടെയാണെങ്കിൽ ഒന്നും പറയണ്ട, പിന്നെ ഈശ്വരൻ എന്ന ആ ഒരു പ്രതിഭാസത്തിന് പോലും യാതൊരു അർത്ഥവുമില്ലാതായി വരും, അല്ലേ? ഇപ്പം നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്താ പ്രതീക്ഷ? നമ്മൾ ആരെങ്കിലും ഈശ്വരനെ കണ്ടവരുണ്ടോ? ഉണ്ടോ? കണ്ടവരുണ്ടെങ്കിലൊന്ന് കൈവക്കണം. ആരും കണ്ടിട്ടില്ല. കേട്ടവരുണ്ടോ? അതുണ്ട്, പല വിധത്തിൽ കേട്ടു. രുചിച്ചവരുണ്ടോ? മണത്തവരുണ്ടോ? സ്പർശിച്ചവരുണ്ടോ? ഇത് കുഴപ്പമാക്കും. എന്നെക്കൊണ്ട് നിങ്ങൾ പാപം ചെയ്യിപ്പിച്ചേ അടങ്ങും. പട്ടിണി കിടത്തി എന്നുള്ള പാപം വേണ്ട. അധികം വിശദീകരണത്തിന് ഞാൻ പോകുന്നില്ല. എങ്കിലും ഇതുകൂടി പറയണം, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യക്ഷമായി ആരെയാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ? ഈശ്വരൻ്റെ രൂപം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈശ്വരൻ രൂപമില്ലാത്തതാണ്, നാമമില്ലാത്തതാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒരു കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്ത് അതേ വാക്ക് തത്തമ്മേ പൂച്ച 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 എന്ന് അരുളപ്പാട് ചെയ്യുകയും എന്നിട്ട് ലോകം മുഴുവനുമുള്ള സകല തീർത്ഥങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും സകല സപ്താഹ വേദികളിലേക്കും ജൈത്രയാത്ര ചെയ്യുകയും എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, ഈശ്വരനെ കണ്ടുവോ ചോദിച്ച അപ്പോഴും ഈശ്വരൻ്റെ രൂപം എന്താ ചോദിച്ച അപ്പോഴും കുന്തിദേവി പറഞ്ഞു, എനിക്കറിയാം ഈശ്വരനെ, ഒരൊറ്റ രൂപമേ ഉള്ളൂ, കൃഷ്ണനായിക്കൊണ്ട്, ദേവകീനന്ദനായിക്കൊണ്ട്, വാസുദേവനായിക്കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ ഒരൊറ്റ രൂപമുണ്ട്. എന്താ രൂപം? നമപങ്കജനാഭായ, പങ്കജനാഭനാണ്, പങ്കജമാലിയാണ്. അങ്ങനെയുള്ള രൂപം പറയാൻ കുന്തിദേവിക്ക് ഒരു മടിയില്ല. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഞാൻ വലിയ അദ്വൈതിയും ഞാൻ വലിയ വേദാന്തിയും ഒന്നുമല്ല, ഞാൻ കുറേ തപസ്സൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ വല്ല തപസ്സും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു തപസ്സും ചെയ്യാത്ത, ഒരു തരത്തിലുള്ളതായ ജ്ഞാന ഗ്രന്ഥങ്ങളിലൂടെയും വിശകലനാത്മകമായോ വ്യാഖ്യാനാത്മകമായോ സഞ്ചാരം നടത്തിയിട്ടില്ലാത്ത നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഭഗവാൻ പ്രത്യക്ഷമായി നമുക്ക് കാണാം, കേൾക്കാം, മണക്കാം, രുചിക്കാം, സ്പർശിക്കാം എന്ന വിധത്തിൽ പ്രകടമായിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതമായി, അല്ലേ? അങ്ങനെ പ്രകടമായിരിക്കുന്ന സമയത്ത് ആ ഭാഗവതത്തിൻ്റെ ദർശനം തന്നെ അതാണ്. സാഖ്യയോഗകാരന്മാരോ ന്യായകാരന്മാരോ മീമാംസകാരന്മാരോ ആയിക്കോട്ടെ, ഇന്നേ വരെ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരൊറ്റ ദാർശനികർ പോലും ഈശ്വരൻ പ്രത്യക്ഷമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടില്ല. ഉറക്കെ പ്രഖ്യാപിച്ചത് ഭാഗവതമാണ്. ഈശ്വരൻ പ്രത്യക്ഷമാണ്. നിങ്ങൾക്കൊരു സംശയം വേണ്ട. കാണാൻ പറ്റാത്തതോ കേൾക്കാൻ പറ്റാത്തതോ നാമമില്ലാത്തതോ ഒന്നുമല്ല ഈശ്വരൻ. കാരണം എന്താ? നമ്മൾ ആദ്യം പറഞ്ഞത്
ജഗൃഹേ പൗരുഷം രൂപം. ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ അനുഭവിച്ച മഹാത്മാക്കളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഈശ്വരനെ മടിത്തട്ടിലിരുന്ന് കിടത്തി കൊഞ്ചിച്ച് വാത്സല്യപൂർവ്വം താരാട്ട് പാട്ട് പാടുമ്പോൾ ആനന്ദത്തിൻ്റെ കണ്ണീര് കൊണ്ട് സ്വയം അഭിഷിക്തരാവുന്ന ആ മൂർത്തിസ്വരൂപങ്ങളുണ്ടല്ലോ, അവരൊക്കെ ജീവിച്ച കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നതൊരു ഭാഗ്യമാണെന്ന് കരുതണം. ഭാഗവത സപ്താഹ വേദിയിലിരുന്ന് യശോദ കൊഞ്ചിപ്പിച്ച ഗോപ്യാദതേ, ആ ഗോപികമാരുടെ ഹൃദയത്തിലൂടെ അനവധി ലീലകളാടി ആ ഭഗവാന്റെ ഓമനത്വം തുളുമ്പുന്നതായ ഭാവം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ആ ഭാവത്തെ അനുഭവിച്ചുകൊണ്ട് കണ്ണുകളിൽ അശ്രുക്കൾ നിറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ തലയിൽ 2 കൊമ്പുണ്ടാവണം. മനുഷ്യരാവാൻ സാധ്യതയില്ല അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ, ഈശ്വരൻ പ്രത്യക്ഷമല്ലേ? ആ പ്രത്യക്ഷമായി ഈശ്വരനെ ഉപാസിച്ച് മോക്ഷം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇക്കൂട്ടത്തിൽ? ഉണ്ടോ? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയും കുറേ കുഴപ്പങ്ങളുണ്ട്. ആ മോക്ഷത്തിൻ്റേതായിരിക്കുന്ന, ആ വാക്കിൻ്റേതായിരിക്കുന്ന ശരിയായ അർത്ഥത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കഥ കൂടിയാണ് സനകാദിശാപം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഗതമായ കുണ്ഠം, ദുഃഖമില്ലാത്ത ഇടമാണ്. ആ ദുഃഖമില്ലാത്ത ഇടത്തിലേക്കാണ് നിരാമയന്മാരായിരിക്കുന്ന ദിഗംബരന്മാരായിരിക്കുന്ന നിത്യ കൗമാരഭാവത്തോടു കൂടിയവരായിരിക്കുന്ന സനകാദിരീശ്വരന്മാർ യാത്ര ചെയ്തതും അവരുടെ യാത്രയ്ക്ക് ഭംഗം വരുത്തി. എങ്ങനെയാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ഒരു പുഴയുടെ മധ്യത്തിലേക്ക് വലിയൊരു കരിമ്പാറക്കെട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ ആ പുഴ ഇരുവശങ്ങളിലേക്കും ചിതറി ഒഴുകുന്നത്, അതുപോലെ സനകാദിരീശ്വരന്മാരുടെ ഉള്ളിലുള്ളതായ കാമാനുജൻ ഉണ്ടായി എന്നും ആ കാമാനുജനാൽ ആ വൈകുണ്ഠഭൃത്യന്മാർക്ക് ഭൂമിയിലേക്ക് ജനിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം ശാശ്വതമായ ഇടമാണോ? വൈകുണ്ഠത്തിലെ കാവൽക്കാർ ജനിച്ചില്ലേ? എങ്ങനെയാ ജനിച്ചേ? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിച്ചു അല്ലേ? കുംഭകർണനും രാവണനുമായിട്ട് ജനിച്ചു, ശിശുപാലനും ദന്തഭക്തനുമായിട്ട് ജനിച്ചു. എന്തിന്? ആ വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാൻ പോലും മത്സ്യകൂർമ്മ വരാഹ നരസിംഹവാമന പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കൽക്യാദികളായിട്ട് ജനിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മോക്ഷമെന്ന് പറഞ്ഞാൽ ജനിക്കാതിരിക്കലോ മരിക്കാതിരിക്കലോ അല്ല. വളരെ വ്യക്തമായി ഭഗവാൻ തന്നെ അവിടെ ഈ സനകാദികളുടെ ഈ മനോഹരമായിരിക്കുന്നതായ ഭഗവാന്റെ മുമ്പിൽ സനകാദികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ശപിച്ചു പോയി ഭൃത്യന്മാരെ അല്ലേ? ആ ശപിച്ചു, ഞങ്ങൾക്കൊരിക്കലും കാമാനുജൻ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, എന്നിട്ടും അത് ഉണ്ടായി, ഞങ്ങൾ ശപിച്ചില്ലേ, അതുകൊണ്ട് പൊറുക്കണേ എന്നുള്ള ഭാവത്തിൽ ഭഗവാനോട് അപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാൻ അത് പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല, ഇതെന്താണ്? എൻ്റെ ഇച്ഛയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എൻ്റെ ഇച്ഛയാണ് എന്ന് പറഞ്ഞ ഭഗവാന്റെ ആ വിശേഷണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഈ ദിതിക്ക് കശ്യപൻ്റെ അരികത്തേക്ക് സന്ധ്യാസമയത്ത് മൈഥുനഭാവത്തിൽ പോകാൻ തോന്നിയത് ഭഗവാന്റെ ഇച്ഛയാണ്. ആ സമയത്ത് കശ്യപന് ഇത് കാലത്തിൻ്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ തോന്നിയത് ഭഗവാന്റെ ഇച്ഛയാണ് അല്ലേ? അങ്ങനെയുള്ളതായ ആ ഭഗവാന്റെ അരികത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് ചെന്നാലേ ഭഗവാനെ കാണാൻ പറ്റൂ എന്ന് ബ്രഹ്മജ്ഞാനികളും ഭഗവാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുമായ സനകാദികൾക്ക് തോന്നിയത് ഭഗവാന്റെ ഇച്ഛയാണ്. ആ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ഭഗവാന്റെ ഭൃത്യന്മാരായിരിക്കുന്ന ജയവിജയന്മാർക്ക് അവരെ കണ്ടപ്പോൾ കണ്ണുരുട്ടി നോക്കാനും തടയാനും തോന്നിയത്. ആ ജയവിജയന്മാരുടെ അനുവാദം ചോദിക്കാതെ അകത്ത് കടന്നപ്പോഴാണ് അവർ കണ്ണുരുട്ടി കാണിച്ചത്. അതും പറയുന്നുണ്ട് വ്യക്തം. 7ാമത്തെ കവാടം കാവൽക്കാരുണ്ടെങ്കിൽ എത്ര മഹാന്മാരായാലും ഒന്ന് ചോദിക്കണ്ടേ? അതൊരു മര്യാദയല്ലേ? അത് ചെയ്തില്ലല്ലോ എന്ന് സനകാദികൾക്കും സ്വയം കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പുഞ്ചിരി തൂകി ആ ഗരുഡൻ്റെ കഴുത്തിൽ ഒരു കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് മറ്റേ കൈ ഇങ്ങനെ അരക്കെട്ടിൽ വെച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് ദർശനം കൊടുത്തുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തത് ഇതൊക്കെ എൻ്റെ ഇച്ഛയാണ് എന്നാണ്. ആ ഇച്ഛ എന്ന വാക്കിൻ്റെ അർത്ഥം കാരണസൂകരഃ വിക്രീഡിതം എന്ന 2 പദങ്ങളാൽ നമുക്ക് വ്യക്തമാക്കി തന്നു. അപ്പോൾ വരാഹം എന്ന് പറയുന്നതും ഭഗവാന്റെ ലീലയാണ്. ആ ലീലാമയനായിരിക്കുന്ന ഭഗവാനെ കണ്ടുകൊണ്ട് അവിടെ തന്നെ അല്ലയോ ഭഗവാനെ എൻ്റെ വാതരോഗം മാറ്റിത്തരണേ, എൻ്റെ വാതരോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ ഒരാൾ ഇരുന്നില്ലേ? ഇല്ലേ? ആ ഭഗവാനെ തന്നെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് വാത്സല്യപൂർവ്വം ഭഗവാനെ താലോലിച്ചവരായിരിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ഭാവത്തിൽ പറയുന്നൊരു പേരാണ് നാരായണ ഭട്ടതിരിപ്പാട്. നാരായണീയമെന്നതായ ആ നവനീതത്തെ തൻ്റെ സാഹിത്യമാകുന്നതായ പ്ലാവില കോട്ടി ഇങ്ങനെ കോരിയെടുത്ത് തൻ്റെ ഭക്തിയാകുന്നതായ ആ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നിറച്ച് ലോകത്തിൽ മുഴുവൻ ഭക്തിഭാവത്തോടു കൂടി വന്നു ചേരുന്ന സകലരുടെയും ഹൃദയമാകുന്ന ഉറികളിലേക്ക് പകർന്നു കൊടുത്ത പട്ടേരിപ്പാട്. അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട്
ആ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനവധി ഭക്തന്മാർ അത്താഴ പൂജ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയം, ആ പോകുന്ന സമയത്ത് ഈ പട്ടേരിയെ നോക്കിക്കൊണ്ട് പറയാം, എന്താ പട്ടേരി ഇങ്ങനെ ഇരിക്കണേ, വരൂ വരൂ, സമയമായില്ലേ ചോദിക്കുക. പട്ടേരി ചോദിച്ചു, എന്ത് സമയം? അല്ല, അവിടെ കളി തുടങ്ങാറായി എന്ന് പറഞ്ഞു. അപ്പം പട്ടേരി പറഞ്ഞു, അതിനേക്കാളും വലിയ കളി ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്താ അവിടുത്തെ കളി? അവിടെ കൃഷ്ണനാട്ടം തുടങ്ങും അത്താഴ പൂജ കഴിഞ്ഞാലേ. പക്ഷെ പട്ടേരി പറഞ്ഞു, എന്താ അതിലും വലിയ കളി ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ചോദിച്ചു അത്രേ, എന്താ ഈ കളി പട്ടേരി, എന്ത് കളി അങ്ങ് കാണണേ ചോദിച്ചു. അപ്പം പട്ടേരി പറഞ്ഞു, യകൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലദ്ഭാനുദീപം ശശ്വത്സന്തുഷ്ട സംപ്രേക്ഷകമഖില ജഗത് ഭ്രാന്തിനാട്യം വിദത്യ കർമ്മൗഘോച്ചണ്ഡമാർദ്ദംഗികലയവശകാൻ വാസനാഗാനസക്രാൻ ജീവച്ഛാത്രാൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സോസ്തു ഭൂത്യേ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു അരങ്ങാക്കിയിട്ട് രാത്രിയാകുന്ന കർട്ടൻ ഉയരുമ്പോൾ സൂര്യനാകുന്ന കളിവിളക്ക് കൊളുത്തിയിട്ട് നമ്മുടെയൊക്കെ കർമ്മങ്ങളാകുന്ന മൃദംഗധ്വനികളെ കൊണ്ടും നമ്മുടെയൊക്കെ വാസനകളാകുന്നതായ ഗാനങ്ങളെ കൊണ്ടും നമ്മളെയൊക്കെ ഓരോ വേഷങ്ങൾ കെട്ടിച്ച് ഇങ്ങനെ ആട്ടമാടിച്ച് അത് സ്വയം കണ്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ഭഗവാൻ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നാണ് പട്ടേരിപ്പാട് ഒരൊറ്റ ശ്ലോകത്തിലൂടെ മറുപടി കൊടുത്തത്. ഭഗവാന്റെ കളി വിക്രീഡിതം. സൂകരം മാത്രമല്ല, നരസിംഹമായാലും വാമനനായാലും പരശുരാമനായാലും ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും കൽക്കിയായാലും ഈ കളി തന്നെയാണ് നടക്കുന്നത്. ഈ കളിയിൽ വേഷക്കാരാണ് നാം. വേഷമെന്തിനെന്നോ എങ്ങനെ ആടണമെന്നോ അറിയാതെ നാം വിഷമിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ അത് കാണിച്ചു തരാൻ സംവിധായകൻ ഇടയ്ക്ക് നാടകം കളിക്കുമ്പോൾ നാട്യക്കാരോട് ഇങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ഒരു വരവ് വരും. ആ വരവാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഗർജിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ അവതാര സ്വരൂപങ്ങളെന്ന് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായ ഭാഗവതത്തിൻ്റെ കഥകളുടെ അസ്ഥിവാരം, ദാർശനികമായ ഒരു അസ്ഥിവാരമിടുന്ന കഥയാണ് യഥാർത്ഥത്തിൽ ഈ വരാഹാവതാരത്തിൻ്റെ കഥ, ഹിരണ്യാക്ഷവധത്തിൻ്റെ കഥ. ആ ഹിരണ്യാക്ഷനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ലീലകൾ ഇനി ഞാനത് വർണ്ണിക്കാൻ സമയമെടുക്കുന്നില്ല. അവിടെ ആ ഹിരണ്യാക്ഷനുമായി ഭഗവാൻ ലീലകൾ ആടുമ്പോൾ അനവധി തവണ ആവർത്തിച്ച് പറഞ്ഞതാണ് ഭഗവാന്റെ ലീല, ഭഗവാന്റെ ലീല, ഭഗവാന്റെ ലീല. ബ്രഹ്മാവ് പോലും സ്തുതിക്കും, മതിയാക്കൂ ഭഗവാനെ ഈ ലീല. ഇത് ഭൃത്യനാണ്, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. അങ്ങേക്ക് ഭൃത്യനോടുള്ള സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലായി. മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനി പ്രിയോസിമേ. നമ്മൾ ഓരോരുത്തരോടും ഭഗവാന്റെ പ്രതിജ്ഞയാണിത്. ഞാനിതാ സത്യം ചെയ്യുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന്. നമ്മുടെ കണ്ണൊന്ന് നിറയുമ്പോൾ, നമ്മുടെ ഹൃദയം സംശയം കൊണ്ട് വല്ലാതെ വിക്ഷുബ്ധമാവുമ്പോൾ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കാലിൻ്റെ അടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നുവല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അരികത്തേക്കൊരു കാറ്റായി വന്ന് തഴുകുന്നുണ്ട് ഭഗവാൻ. മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനി പ്രിയോസിമേ. ഞാനിതാ സത്യം ചെയ്യുന്നു, നിനക്കേറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്, ഇനി അല്ലെങ്കിലും എനിക്കേറ്റവും പ്രിയപ്പെട്ടത് നീയാണ്. നമ്മൾ കേൾക്കുന്നില്ല, കാണുന്നില്ല. നേരത്തെ ചോദിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഈശ്വരനെ കണ്ടവരുണ്ടോ? ആരുമില്ല. കേട്ടവരുണ്ടോ? ഇല്ല. ഇവിടെ മണക്കുന്നത് ഈശ്വരനെയല്ലേ? ഓരോ സ്പർശവും ഈശ്വരൻ്റേതല്ലേ? ഓരോ രുചിഭേദങ്ങളും ഈശ്വരൻ്റേതല്ലേ? ഈ പ്രപഞ്ചം സ്വയം ഈശ്വരനായി പരിണമിച്ചുവെങ്കിൽ ആ ഈശ്വരൻ നിന്ന് ഞാനും നീയും ഒന്നും ഭേദമല്ലെങ്കിൽ ഇവിടെ എന്താണ് ഈശ്വരൻ അല്ലാതായിട്ടുള്ളത്? ആ തത്വത്തെ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ ദ്രോഹിക്കാൻ സാധിക്കുകയില്ല, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ. അപ്പോൾ നമ്മൾ അഹിംസാനിരതരാവുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരോടും ഒന്നും ഒളിച്ചു വെക്കാനില്ല. അതുകൊണ്ട് നമ്മൾ സത്യനിഷ്ഠരായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കയ്യിലുള്ളത് നമുക്ക് ബലം കൊണ്ടോ അധികാരം കൊണ്ടോ എനിക്ക് വേണം എന്ന തോന്നൽ പോലും നമുക്കുണ്ടാവാതിരിക്കും. അപ്പോൾ നമ്മൾ അസ്തേയത്തിൽ ഉറച്ചിരിക്കുന്നു. അങ്ങനെ അഹിംസ, സത്യം, അസ്തേയം എന്നതിൽ ഉറച്ചു നിൽക്കാൻ അദ്വൈതാനുഭൂതിയാകുന്ന ഈ സർവപ്രപഞ്ചവും ഈശ്വരനാണെന്നുള്ള തത്വം നമ്മളെ പഠിപ്പിക്കുന്നു. അതുതന്നെയാണ് പട്ടേരിപ്പാടിൻ്റെ ഈ ശ്ലോകം ഓർമ്മിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത്. ഈ ഹിരണ്യാക്ഷവധത്തെ വിശേഷിപ്പിച്ച വിക്രീഡിതമെന്നും കാരണസൂകരമെന്നും പറയുന്ന പദത്തിലൂടെ പ്രപഞ്ചകാരണത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടെ മനസ്സിനെ പ്രസാദ ഗുണത്തിലേക്ക് നയിക്കുന്ന, സമാധിഭാവത്തിലേക്ക് നയിക്കുന്ന ഒരു രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണത്തെ, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കാരണത്തെ, നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ കാരണത്തെ നമുക്ക് കണ്ടെത്താനും അതിലേക്ക് ചേർന്ന് നിൽക്കാനും നമ്മളെ അനുഗ്രഹിക്കുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതം. ഈ യകൃത്വാ വിശ്വരുംഗം എന്ന ശ്ലോകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കണം. കേട്ടിട്ടുണ്ടോ? കാണാത്തവർ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒപ്പം വരണം. വരുണ്ടോ? പാണ്ടക്കെട്ടൊന്നും എടുക്കണ്ട, ഒന്നും വേണ്ട. വേണമെങ്കിൽ വേഗം വരിക. ഇതിപ്പോൾ ഏതാ സ്ഥലം? മള്ളിയൂരാണ്. ഇവിടുന്ന് നേരെ ഒരു ബസ് കയറുക. ഇവിടുന്ന് നേരെ എവിടേക്കാണ് ബസ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. തൃശ്ശൂർക്കാണോ? തൃശ്ശൂർക്കെങ്കിൽ തൃശ്ശൂർക്ക്. അവിടെ നിന്ന് നേരെ ഗുരുവായൂർക്ക് കയറാം. കയറിയോ? ഉണ്ടോ എല്ലാവരും? അങ്ങനെ കയറി നമ്മളവിടെ എത്തി. അവിടെ അങ്ങോട്ട് ഇറങ്ങിയോ? അവിടെ ഇറങ്ങുന്ന സമയത്ത് കാണാം ആകാശം മുട്ടെ ചിറക് വിരിച്ച് നിൽക്കുന്നതായ, സാമവേദ ചിറകടിയോടെ നിൽക്കുന്നതായ ഗരുഡനെയും മഞ്ജുളാലിനെയും കാണാം. അവിടെ കയ്യിൽ ഒരു ചെറിയ സഞ്ചിയുമായിട്ട് ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഒരാളെയും അവിടെ കാണാം. ആ രാജവീതിയിലൂടെ നിങ്ങളങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പല പല ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ കാതിലേക്ക് ഒഴുകി വരും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ. കേൾക്കുന്നില്ലേ? നടക്കുകയല്ലേ? കൊടിമരത്തിൻ്റെ മുമ്പിലെത്തിയപ്പോഴാണ് ഒരു നല്ല തിരക്കാണ്. 1 മണിയാവാൻ 10 മിനിറ്റ്. നല്ല തിരക്കാണ്. എന്താ ചെയ്യുക? നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. അവിടെ വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഇടത്ത് ഭാഗത്ത്. കണ്ടുവോ? കുറേ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഉച്ചതിരിഞ്ഞാണെങ്കിൽ അവിടെ കുറേ പാട്ടും നൃത്തവും ഒക്കെ കേൾക്കാമായിരുന്നു. ഭഗവാനെ കേൾപ്പിക്കാൻ വേണ്ടി കൗതുകത്തോടു കൂടി ഓടി വരുന്ന ആളുകളുടെ ആ ഉപാസനകളൊക്കെ കാണാമായിരുന്നു. ഇപ്പം അതൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും അവിടെ പോയി ഒന്ന് ഇരുന്നോ? കിട്ടിയ കസേരയിലൊക്കെ ഇരുന്നിട്ട് നേരെ നോക്കിയാൽ ഇതുപോലെ ഒരു വേദി കാണാം. ആ വേദിയുടെ അപ്പുറത്തും ഇപ്പുറത്തും സംസ്കൃതത്തിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. യകൃത്വാ വിശ്വരംഗം രജനീയപനികം പ്രോജ്വലദ്ഭാനുദീപം ശശ്വത് സന്തുഷ്ട സംപ്രേക്ഷകമഖില ജഗത് ഭ്രാന്തി നാട്യം വിതത്യ കാർമൗഘോച്ചണ്ഡമാർദ്ദംഗികലയവസകാൻ വാസനാഗാനസക്രാൻ ജീവഛാത്രാൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സോസ്തുഭൂതി. ആ ക്രീഡ, ആ ലീലയെക്കുറിച്ചുള്ള മനോഹരമായ ഈ ശ്ലോകം ഇനി ഇതിലും ഭംഗിയായ ഒരു സ്ഥലത്തും എഴുതി വയ്ക്കാനില്ല. അതുപോലെ ഓരോ ഈശ്വര സ്ഥാനങ്ങളിലെത്തുമ്പോഴും നമ്മൾ അറിയുന്ന അറിവാണത്. നമ്മളൊക്കെ ഈ വലിയൊരു വിശ്വനാടകത്തിലെ വേഷക്കാരാണ്. ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആടിക്കൊണ്ടിരിക്കുന്നു. കാരണന്മാർ ചെവി പിടിച്ച് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് വലിച്ച കൂട്ടത്തിൽ ഈ മള്ളിയൂരും ഞാൻ അങ്ങനെ എത്തി. എനിക്ക് ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമാണ്. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അത് ഹൃദയത്തിൽ ഭാഗവതമെടുക്കാൻ ആരും എന്നെ ഉപദേശിച്ചിട്ടില്ല. എനിക്ക് ശാസനകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് വായിച്ചാൽ അന്ന് കാപ്പി തരും, അതുകൊണ്ട് വായിക്കും. ഇത് പഠിച്ചാൽ വാച്ച് മേടിച്ച് തരാം. അങ്ങനെ വാച്ച് കിട്ടിയില്ലെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വാച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പഠിച്ചത് മറക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെ പഠിപ്പിച്ച് പലതും ഞാൻ പോലും അറിഞ്ഞില്ല. വായിച്ചത് ഭാഗവതമാണെന്ന് പോലും തിരിച്ചറിഞ്ഞത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. പല യജ്ഞവേദികളിലും എത്തുമ്പോൾ വലിയച്ഛൻ പിടിക്കും, അടുത്തിരുത്തും, വായിക്കടാ. ഇരുന്ന് വായിക്കും. തെറ്റുമ്പോൾ തലേമ കിഴുക്ക് കിട്ടും, വായിക്കും അല്ലേ? അങ്ങനെയൊക്കെ കൊണ്ടുപോയ കൂട്ടത്തിൽ എനിക്ക് തന്ന ഈ നൗക വെറുമൊരു കളിപ്പാട്ടമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഈ നൗകയിലിരുന്ന് തുഴയുന്ന എൻ്റെ കൈകൾക്ക് ശക്തി കുറയാൻ തുടങ്ങിയിരിക്കുന്നു. എത്ര ദൂരം തുഴയാൻ കഴിയുമെന്നറിയില്ല, പക്ഷേ ഉള്ളിലൊരാവേശമുണ്ട്. ഓരോ കടവിലും കാത്തിരിക്കുന്നവരെക്കുറിച്ചുള്ള ആവേശം. ആ ഭക്തജനങ്ങൾക്കരികിലേക്ക് എത്തുമ്പോൾ ഞാനെന്ന എല്ലാ ഭാവങ്ങളും ഇല്ലാതാകുന്ന ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി ഇവിടെ നിന്ന് ലഭിച്ചു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെ അരികത്തിരിക്കാൻ കിട്ടിയ ഭാഗ്യം. അന്ന് അദ്ദേഹം മനസ്സിൽ കരുതിയതാവണം ഒരു പക്ഷേ കുറച്ച് നേരെയാവാനുണ്ട് അല്ലേ? കാരണന്മാരങ്ങനെയാണ്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. വലിയ വലിയ ആർഭാടങ്ങളോടുകൂടി വലിയ നമുക്ക് ഒരിക്കലും ഇല്ലാത്ത പലതും വിളിച്ച് പറഞ്ഞ് നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് വിളിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ പോകുമ്പോൾ ആകെ ഒരു പരിഭ്രമമാണ്. കാരണം ഈ പറഞ്ഞതൊന്നും ഒരു ഗുണവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അല്ലേ? എന്നിട്ട് ഞാൻ അവിടെ പോയി എന്ത് പറയാൻ? പക്ഷേ ഇവിടെ വന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നു, എന്നെ ഇവിടുന്ന് വിളിച്ചപ്പോഴും ഒരു വ്യക്തി വിളിച്ചു എന്നല്ല എനിക്ക് തോന്നിയത്. എൻ്റെ ചെവി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതായിട്ടാണ്. ആ ഇരുത്തം ഇത്
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ നിമിഷമായി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഹരിദ്വാറിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയതുപോലെ ഇനിയും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്നെ കേട്ട നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. ഭാഗവതം താഴത്ത് വയ്ക്കാനുള്ള ഒരു അവസരം ഈ പറഞ്ഞ ഇത്രയും നേരം ഞങ്ങളോട് ഈ കഥകൾ പറഞ്ഞ ആചാര്യനെന്നോ അല്ലെങ്കിൽ കുട്ടിയെന്നോ അനിയനെന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. എന്തെങ്കിലും ഒരു ബന്ധം വേണമല്ലോ. ആരെങ്കിലും കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ബന്ധം വേണമെങ്കിൽ പറഞ്ഞോളൂ. ആ ആൾക്ക് കൊടുക്കണേ. എന്ത്? ഭാഗവതം താഴത്ത് വെക്കാതിരിക്കാനുള്ള ഭാഗ്യം. പിന്നെ ഈ പറഞ്ഞ ആൾ ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പലതും ആഗ്രഹിക്കുന്നുണ്ട്. ഒരാഗ്രഹവും ഇല്ലാത്ത ആളല്ല. കാരണം വൈകുണ്ഠത്തിൽ പോയാലും ജയവിജയന്മാരുടെ പോലെ തിരിച്ചു വരേണ്ടി വരും, ഒരു സംശയവുമില്ല. അപ്പോൾ പിന്നെ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. മത്സ്യമായാലും കൂർമ്മമായാലും ഇനി പന്നിയായാലും ഉറുമ്പായാലും മനുഷ്യനായാലും രാക്ഷസനായാലും പിശാചായാലും ഭാഗവതം കയ്യിലെടുക്കാൻ കഴിയണേ എന്ന്. ഇത് തന്നെയാണ് ഭാഗവതത്തിലെ ഓരോ ഭക്തന്മാരുടെയും പ്രാർത്ഥന. വേറെ ഒരു പ്രാർത്ഥനയുമില്ല. എങ്ങനെ ജനിച്ചാലും വേണ്ടില്ല, ഭഗവത് കഥകൾ ആസ്വദിക്കാൻ സാധിക്കണേ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലെ തുളസിയിൽ നിന്ന് ഉണർന്നൊഴുകുന്നതായ ആ ഭഗവത് ഗന്ധമായി സ്വയം പരിണമിക്കാൻ സാധിക്കണേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന മാത്രമാണ് നിങ്ങളോടും പറയാനുള്ളത്. മാത്രമല്ല, ഇനി എപ്പോഴെങ്കിലും ഗുരുവായൂർ പോകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ കസേരയിലൊന്ന് പോയി ഇരിക്കണം. ഇരിക്കില്ലേ? അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് നോക്കണം. നോക്കില്ലേ? ഈ ശ്ലോകമൊന്ന് വായിക്കണം. വായിക്കില്ലേ? 10 പ്രാവശ്യം വായിക്കണം. വായിക്കില്ലേ? ഗുരുവായൂരിരുന്ന് നിങ്ങൾ ആരെ സ്മരിക്കുന്നു അവർക്കൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കിട്ടും. ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ എന്നെ ഓർമ്മിക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക്, ഭാഗവത സ്വരൂപമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചകാരണ തത്വത്തിലേക്ക്, കാരണസൂകരൻ ആയി വിലസിക്കുന്ന ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. ആകാശപുഷ്പത്തിനു ചുറ്റുപാടും ആവശ്യമില്ലാതലയേണ്ട വണ്ടേ, ആശിച്ച പൂന്തേൻ അവിടത്തിലില്ല. ഹേ മനസാം വണ്ടേ, നീ ആശിച്ച പൂന്തേൻ അവിടത്തിലില്ല. കണ്ണൻ്റെ കാൽപ്പൂക്കൾ വലത്തു വയ്ക്കൂ, എൻ്റെ ഗുരുവായൂരപ്പൻ്റെ കാൽപ്പൂക്കൾ വലത്തു വയ്ക്കൂ.